Hello teachers, good evening. Educational psychology. രണ്ടാമത്തെ യൂണിറ്റ് attention, perception and memory. അറ്റൻഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. What is attention? What is the definition of attention? അതിന്റെ nature or characteristics of attention. So എങ്ങനെയാണ് സ്റ്റുഡൻസിനെ അറ്റൻറ്റീവ് ആക്കി നിർത്തുക, അതല്ലെങ്കിൽ എപ്പോഴാണ് നമുക്കൊരു കോണ്ടന്റ് അറ്റൻറ്റീവായി പഠിക്കാൻ കഴിയുക, അതിന് അറ്റൻഷൻ കിട്ടണം. ആ അറ്റൻഷൻ എന്നാൽ എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. സോ ഇന്ന് അതിന്റെ സെഷൻ 2 ആണ്. ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. എല്ലാവർക്കും നമ്മുടെ സ്ക്രീന് നമ്മുടെ വോയിസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സ്ക്രീന് മാറുന്നത് കാണുന്നില്ലേ? ഓക്കെ, യൂണിറ്റ് 2 അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് മെമ്മറി. പിന്നെ ഇതിന്റെ ഓരോ സ്ലൈഡിന് താഴെ ചിലപ്പോൾ എന്റെ പേരൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഒരു പരസ്യമാണ്, എല്ലാവരും എന്നെ മനസ്സിലാക്കാനാണെന്നൊക്കെ വിശ്വസിക്കുക. ഓക്കെ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അറ്റൻഷൻ? എന്താണ് അറ്റൻഷൻ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. ഇന്ന് റിപ്പീറ്റ് ചെയ്യണില്ല, നമ്മൾ പുതിയ ടോപ്പിക്കിലേക്കാണ് പോവുക. ജസ്റ്റ് റിവ്യൂ മാത്രമാണ്. Then can you define attention? And there are different types of attention. ഇവിടെ 4 types ഉണ്ട്. 2 types ആണ് നമ്പർ ഇട്ടത്, ടെക്സ്റ്റിൽ അങ്ങനെ ആയതുകൊണ്ടാണ്. സോ 4 types of attention തന്നെ പഠിക്കുക. വോളണ്ടറി, ഇൻവോളണ്ടറി, ഇംപ്ലിസിറ്റ് ആൻഡ് ഹാബിച്വൽ. പിന്നീട് നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അറ്റൻഷൻ ആണ്. സ്റ്റഡി മെറ്റീരിയലിനകത്ത് എക്സ്പ്ലിസിറ്റ് അറ്റൻഷൻ കൂടെ പറയുന്നുണ്ടല്ലേ? ഇതിന്റെ പുറമെ പറയുന്നുണ്ടോ? അതായത് ഇംപ്ലിസിറ്റ് വോളേഷൻ. അതൊന്നും എനിക്ക് ഫോട്ടോ അയച്ചാൽ മതി. എന്റെ അടുത്തുള്ള മെറ്റീരിയലും അത് സെയിം ആണോ നോക്കണം. ചിലപ്പോ 2 മെറ്റീരിയൽ ആവാം. ഓക്കെ സർ. ഓക്കെ, ഒന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോഴല്ല കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ സർ. ഓക്കെ, നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അറ്റൻഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കിയത്. ഏകദേശം 9 നാച്ചുറൽ അല്ലെങ്കിൽ 9 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ മുതലാണ്. ഡിറ്റർമിനൻസ് ഓഫ് അറ്റൻഷൻ ആണ്, അഥവാ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റൻഷൻ, അല്ലെങ്കിൽ ഫാക്ടർ ഡിറ്റർമിൻ ദ പ്രോസസ് ഓഫ് അറ്റൻഷൻ എന്നുള്ള പല രൂപത്തിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ, ഈ ഒരു കോണ്ടന്റിനെ മനസ്സിലാക്കാം. സോ അറ്റൻഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡിറ്റർമിനൻസ് ഉണ്ട്, അതല്ലെങ്കിൽ എന്തൊക്കെയാണ് അറ്റൻഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ അതില് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്, സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്, ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ട് അതിന് തിരിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് ബാക്കി വരുന്നുണ്ട്. സോ എന്താണ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഓഫ് അറ്റൻഷൻ, എന്താണ് സബ്ജക്റ്റീവ് ഫാക്ടർ ഓഫ് അറ്റൻഷൻ? അതില് ദോസ് ഫാക്ടേഴ്സ് വിച്ച് റിസൈഡ് ഇൻ ദ ഒബ്ജക്ട് അറ്റൻഡഡ് ടു എന്നുള്ളതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞോ? ആക്ച്വലി ഇല്ല സർ. ഇല്ല. അപ്പൊ നമ്മളെ ഒരു ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് അറ്റൻഷൻ കിട്ടേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ആണ് ആക്ച്വലി ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല്, അഥവാ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇവിടെ നിൽക്കുന്നു, നമ്മുടെ കുറച്ച് മുന്നിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ഉണ്ട് സങ്കല്പിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു ഫ്ലവറിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവിടെ ഒബ്ജക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ഫ്ലവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. സോ ദീസ് ഫാക്ടേഴ്സ് ഓപ്പറേറ്റ് ഓൺ ദ ഇൻഡിവിജ്വൽ ഫ്രം ഔട്ട്സൈഡ് ആണ്. ആ ഒരു ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് തിങ്സ് ആവണമെന്നില്ല, മറ്റൊരു പേഴ്സൺ ആവാം, അല്ലേ? ഞങ്ങളവിടൊക്കെ പണ്ടല്ല എപ്പോഴും ഉണ്ടാവും, സ്കൂൾ വിടുന്ന സമയത്ത് പിന്നെ നമ്മൾ കുറച്ച് ബോയ്സ് ഒക്കെ അവിടെ പോയി നിൽക്കും. അവിടെ ചില അറ്റൻഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് അതിലെ കടന്നു പോകും. ആ ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് വിളിക്കുന്ന പേരെന്താ? സ്കൂളൊക്കെ വിടൂലേ, കോളേജൊക്കെ വിടുന്ന സമയത്ത് ചില കൊച്ചക്കന്മാർ അല്ലെങ്കിൽ ബോയ്സ് ഒക്കെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടാവും. അവരുടെ ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഇങ്ങനെ നടന്നു പോകും. അത് ആരായിരിക്കും? എന്താ അത്ര ആലോചിച്ച് പറയാൻ മാത്രം? സാറിനെ പറയാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അത് എന്നിട്ട് വേണം ഇന്റെ എക്സ്പീരിയൻസ് പറയിപ്പിക്കാൻ, അല്ലേ? അതെ, റെക്കോർഡിംഗ് ആയിട്ട്. അത് റെക്കോർഡിങ്ങിൽ കിട്ടും, മിക്കവാറും കിട്ടും. ഓക്കെ, റൈറ്റ്.
അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് വെച്ചാല് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ആക്ച്വലി. ഇനി അതിന്റെ എന്താണ് നമ്മള് പിന്നെ നമുക്ക് ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളൊരു വീട് കണ്ടു അല്ലെ, സാധാരണ വീടുകൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു വലിയ ഒരു കൊട്ടാരം പോലെയുള്ള വലിയ വീട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, വലിയ വീട്. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? മങ്കടയിലെ 4 വീടുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ല? വലിയ വീടാണ്. എന്നിട്ട് നിങ്ങൾ കേട്ടിട്ടില്ല? എന്തോ അജ്മി കമ്പനിക്കാരെ വീടാ? അല്ല അല്ല അല്ല. ഞാൻ സത്യം പറയട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള 4 വീടുകൾ. ആദ്യം 3 വീട് അവർ വെച്ചത്, അത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഹൗസ് വാമിംഗ് ഒക്കെ ഭയങ്കര സംഭവമായിട്ടൊക്കെ ചെയ്തിരുന്നത്. ഞാൻ പറയണത് വെച്ചാല് നമ്മളൊരു വീട്, സാധാരണ വീട് കണ്ടു, നമ്മൾ അത്ര വലിയ അറ്റൻഷൻ കൊടുത്തില്ല. പക്ഷെ വേറൊരു വീട് കണ്ടു, അത് കുറച്ച് വലുതാണ്, അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര ഒരു പുതുമ നിറഞ്ഞതാണ്, ഒരു വെറൈറ്റി മോഡലാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കി നിന്ന് പോകും അല്ലെ, നമ്മൾ അറ്റൻഷൻ കൊടുക്കും. സോ ആ ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി, കോൺട്രാസ്റ്റ്, നൊവൽറ്റി, അതിലൊരു പുതുമ, അതല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് റിപ്പിറ്റീഷൻ, സിസ്റ്റമാറ്റിക് ഫോം ഓഫ് സ്റ്റിമുലസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫാക്ടേഴ്സ് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും, ആകർഷിക്കും. അങ്ങനെ നമ്മളെ ആകർഷിക്കുന്ന ആ ഒബ്ജക്റ്റിന്റെ ഫാക്ടേഴ്സ് ആണ് ആക്ച്വലി ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഫ്ലവർ ആണെങ്കിൽ അതിന്റെ കളർ ആവാം, അല്ലെങ്കിൽ അതിന്റെ സൈസ് ആവാം. ചിലപ്പോ ഒരു ഗെയിം ആണെങ്കിൽ അതിന്റെ ഒരു മൂവ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സൗണ്ട് ആയിരിക്കാം. പല ഫാക്ടേഴ്സ് നമ്മളെ അറ്റൻഷന് വേണ്ടിയിട്ട് ഡിറ്റർമിനൻസ് ആകും എന്നുള്ളതാണ്. അതാണ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. ഞാൻ എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് ഒരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ, ഒരുപക്ഷെ അത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ അറ്റൻറ്റീവ് ആണെങ്കിൽ, ഒരുപക്ഷെ അത് എൻ്റെ സൗണ്ട് ആയിരിക്കാം, ടോപ്പിക് ആയിരിക്കാം, അതല്ലെങ്കിൽ വേ ഓഫ് പ്രസന്റേഷൻ ആയിരിക്കാം, ടോണൽ വേരിയേഷൻ ആയിരിക്കാം, പലതായിരിക്കാം. അപ്പം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു വസ്തു, അതിന്റെ സൈസ്, ഇന്റൻസിറ്റി, കോൺട്രാസ്റ്റ്, നോവൽറ്റി തുടങ്ങി പല കാര്യങ്ങൾ നമ്മളെ അറ്റൻറ്റീവ് ആക്കും. ദെൻ 2 സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്. സം ഫാക്ടേഴ്സ് ഓപ്പറേറ്റ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ സച്ച് ആസ് ഇൻട്രസ്റ്റ്, റെലവൻസ്, നീഡ്, മെന്റൽ സെറ്റ്, മൂഡ്, സൈക്കോളജിക്കൽ കണ്ടീഷൻ, എക്സെട്ര. ഇതിൽ എക്സെട്ര എപ്പോഴും, കാരണം എന്താ വെച്ചാൽ ഇതിന്റെ അപ്പുറത്ത് മറ്റു ഫാക്ടേഴ്സ് കൂടി ബാധിക്കും. ഇപ്പൊ ഇന്ന് എന്റെ ക്ലാസ് സങ്കല്പിക്കുക, എന്നൊരു ക്ലാസ് പോലെ തന്നെ, അല്ലെങ്കിൽ ഭയങ്കര അതിനൊക്കെ നന്നായി ഞാൻ ക്ലാസ് എടുത്ത് സങ്കല്പിക്കുക. എന്നാലും നിങ്ങൾ അവരിപ്പോ ഒരു ബോഡി പെയിൻ ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബിസി ഉണ്ട്, അങ്ങനെ പല കാരണങ്ങളാൽ നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടിക്കൊള്ളുന്നില്ല. സോ നമ്മുടെ ആ ഒരു സബ്ജക്റ്റീവായ കാര്യങ്ങൾ കൂടി അറ്റൻഷനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഒരു നല്ല പഠിക്കുന്ന കുട്ടിയാ, എല്ലാ ക്ലാസ്സും ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടിയാ, ആ കുട്ടിക്ക് മാത്സ് ഭയങ്കര വീക്കാണ്, മാത്സ് ഭയങ്കര പ്രശ്നമാണ്. ആ മാത്സിൽ ആ കുട്ടിക്ക് അത്ര അറ്റൻഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല, കാരണം അത്ര താല്പര്യം ആ ഒരു സബ്ജക്റ്റിനോട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സോ അത്തരത്തിൽ നമ്മുടെ നീഡ്, ഇൻട്രസ്റ്റ്, മെന്റൽ സെറ്റ്, മൂഡ്, സൈക്കോളജിക്കൽ കണ്ടീഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആണ് എന്നുള്ളതാണ്. ഇതിൽ 2 പോയിന്റ്സാണ് പറഞ്ഞത്. ഡിറ്റർമിനൻസ് ഓഫ് അറ്റൻഷനിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർ ഫാക്ടർ ഡിറ്റർമിനിങ് ദ പ്രോസസ് ഓഫ് അറ്റൻഷൻ ആണ്. 2 തരമുണ്ട്. ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്, സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്നാൽ നമ്മൾ എന്തിലേക്കാണോ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ശ്രദ്ധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ കാര്യങ്ങളാണ്. സബ്ജക്റ്റീവ് ആണ് നമ്മുടേതാണ്, നമ്മുടെ താല്പര്യം, നമ്മുടെ മൂഡ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ്, ഇതൊക്കെയാണ് രണ്ടാമത്തെ ഫാക്ടേഴ്സിലേക്ക്. ഇത് ഇത്രയും പറഞ്ഞതൊക്കെ കൃത്യമായി മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ് സർ. ഓക്കെ, ഇത് സിമ്പിൾ ആണ് അല്ലെ? നമ്മളൊരു അക്വേറിയം കണ്ടു, അതിൽ കുറെ ഫിഷസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഒരാള് 2 പേര് നടന്നു പോവാ, സങ്കല്പിക്കാട്ടോ. ഒരാളവിടെ ഫിഷസിനെ കണ്ടു, ഭയങ്കര ബ്യൂട്ടിഫുൾ ഫൈറ്റർ ഫിഷ് ഒക്കെ ഉണ്ട്, സങ്കല്പിക്കാം. ഒരാൾ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ആള് കടന്നുപോയി, ജസ്റ്റ് നോക്കി ആള് കടന്നുപോയി. ഇവിടെ 2 പേർക്കും കണ്ട കാഴ്ച ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരാൾക്ക് മീനുകളോട് അല്ലെങ്കിൽ നാച്ചുറൽ ഇന്റലിജൻസ് ഉണ്ട്, അതുകൊണ്ട് അതിനോട് ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നി, അറ്റൻഷൻ കിട്ടി. രണ്ടാമത്തെ ആളെ സംബന്ധിച്ച് എന്ത് മീന്, എത്ര മീനെ കണ്ടതാ, മീനിലേക്ക് ബന്ധിരിക്കുന്നു എന്നുള്ളിടത്താണ് രണ്ടാമത്തെ ആളുടെ വലിയ അറ്റൻഷൻ ഒന്നും കിട്ടൂല. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച്, നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചൊക്കെയാണ് അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് അറ്റൻഷൻ ആണ്. അഥവാ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാല് നമ്മൾ പുറമേയുള്ള വസ്തുവിന്റെ കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ആക്ച്വലി. ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്, അത് തന്നെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു വസ്തുവിന്റെ സൈസ്, ഇപ്പൊ ഒരു പാമ്പിനെ കണ്ടു,
പാമ്പിനെ കണ്ടാല് ചെറിയ പാമ്പാണെങ്കിലും അതല്ല വലിയ പാമ്പാണെങ്കിലും ഒരേ അറ്റൻഷൻ ആയിരിക്കും കൊടുക്കുക? അല്ല, വലുതാകുമ്പോ ഭയങ്കരമായിട്ട് അറ്റൻഷൻ കൂടും. ഒരു ചെറിയ പാമ്പാണെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ നോക്കി കൊടുക്കും, അല്ല അതിന് ആരെങ്കിലും ഒരാൾ തല്ലി കൊന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവാം, അവര് തിരിപ്പിരിഞ്ഞു പോകും. ആ സമയത്ത് ഈ വലിയ ഏതാ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന വലിയ പാമ്പ്? പെരുമ്പാമ്പ്. പെരുമ്പാമ്പ്, മലമ്പാമ്പ് എന്നൊക്കെ പറയില്ലേ? അതാണെങ്കിലോ അത്യാവശ്യം വലിയ വലിപ്പുണ്ട്, ഒരു മരത്തിന്റെ ഒക്കെ വണ്ണൊക്കെ ഉണ്ട്. എങ്കിലും ഇപ്പൊ അടുത്ത് ആ എറണാകുളം ഭാഗത്ത് ഇവിടെ ഒരു പാമ്പിനെ കണ്ടില്ലേ? നമ്മളെ ഏതോ കോളേജിന്റെ അടുത്ത്, മെഡിക്കൽ കോളേജിന്റെ ഒക്കെ അടുത്ത് മരത്തിൽ പാമ്പിനെ കണ്ടില്ലേ? മഹാരാജാസോ? എവിടെ? അവിടെ നിന്നുള്ള ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. നല്ല ആൾക്കാരെ പത്രം വായിക്കണ്ടാവില്ല. എന്താ പറഞ്ഞ? ഉണ്ട് സാറിനോ? ആരാ പറഞ്ഞേ? ഓക്കെ, ഓർമ്മ ഉണ്ടോ? ഞാൻ പറഞ്ഞ സംഭവം ഓർമ്മ ഉണ്ടോ? ഒരു മാസം മുമ്പൊക്കെയാണോ? 1-2 മാസമൊക്കെ? ഇവിടെ ഞങ്ങളുടെ വീടിന്റെ ഒക്കെ അവിടെ ആയിട്ട് ഇതുപോലെ ഒരെണ്ണം അങ്ങനെ വന്നിട്ട് ഫോറസ്റ്റുകാരൊക്കെ വന്ന് കൊണ്ടുപോയായിരുന്നു. അതല്ല നമ്മൾ പറയണേ, നിങ്ങൾ വീടിനോട് കണ്ടതല്ല. മഹാരാജാസോ ഏതൊരു കോളേജിന്റെ ക്യാമ്പസിനുള്ളിലൊക്കെ ആയിരുന്നു ആ ഒരു പാമ്പിനെ കണ്ടത്. വലിയ പാമ്പായിരുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമായിരുന്നു. ഇനി തുടങ്ങി. ഇനിയിപ്പോ ഇവനും വരുപ്പോ, ആ ഇസ്മായിലും വരുപ്പോ യൂണിവേഴ്സിറ്റിനെ പറ്റി പറയാന്. അപ്പോ തൽക്കാലം നമ്മള് സൈസ് നമ്മൾ എന്ത് ചെയ്യും, അറ്റൻഷനിൽ എത്തിക്കുന്നതാണ്. 2 ഇന്റൻസിറ്റി ആണ്, അഥവാ അതിന്റെ ഒരു തീവ്രത, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഇമേജ്, ലൗഡ് സൗണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ടോണൽ വേരിയേഷൻ, അതൊക്കെ മറ്റിൻഡീവ് ആക്കും. ഇത് എന്തിനാ പഠിക്കണേടാ? ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് അറ്റൻഷൻ ഒക്കെ എന്തിനാ പഠിക്കണേ? ഇതെന്തിനാ പഠിക്കണേ ടീച്ചേഴ്സ്? ഈ കുട്ടികളെ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവരുടെ ശ്രദ്ധ എങ്ങനെയൊക്കെ പോകുന്നു നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. വെരി ഗുഡ്. 2 കാര്യങ്ങളാ. ഒന്ന്, എങ്ങനെയാണ് ഹൗ ടു മേക്ക് അവർ ക്ലാസ് അട്രാക്റ്റീവ്. 2, അവരുടെ അറ്റൻഷൻ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാകാം. അപ്പൊ നമ്മളെ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു പിക്ചർ, ചെറിയ പിക്ചർ കാണിച്ചു കൊടുത്താല് എല്ലാവർക്കും അറ്റൻഷൻ കിട്ടില്ല. അപ്പൊ കുറച്ച് വലിയ പിക്ചർ കാണിച്ചു കൊടുത്താല് അവിടെ അറ്റൻഷൻ കിട്ടും. ദെൻ ഇന്റൻസിറ്റി, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു പിക്ചർ, അല്ലെങ്കിൽ നമ്മൾ വരച്ച നമ്മുടെ ഡ്രോയിങ്, അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, കുട്ടികളുടെ അറ്റൻഷൻ കുറയും അല്ലെങ്കിൽ കൂടും എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ സൗണ്ട്, നമ്മള് സൗണ്ട് ഇടുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണ്, നമ്മൾ ചെറിയ സൗണ്ടിലാണ്, കാര്യമായിട്ട് കേൾക്കണമെന്നില്ലെങ്കിൽ അറ്റൻഷൻ കുറയും, അല്ലെ? ദെൻ ടോണൽ വേരിയേഷൻ. എന്താ ടോണൽ വേരിയേഷൻ എന്ന് പറഞ്ഞാല്? നമ്മുടെ മോഡുലേഷൻ, വോയിസ് മോഡുലേഷൻ. യെസ്, നമ്മൾ ഇടുന്ന ഒരു എക്സ്പ്രഷനും ഓരോരോ വേർഡ്സിനും കൊടുക്കുന്ന സ്ട്രെസ്സുമാണ് ആക്ച്വലി ടോണൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ഈ ടോണൽ വേരിയേഷൻ കാര്യമായിട്ട് ഉപയോഗിക്കണം. അപ്പൊ മാത്രമേ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു നമ്മുടെ ക്ലാസ്സിലേക്ക് അട്രാക്റ്റഡ് ആവുള്ളൂ. നമ്മളിങ്ങനെ ഞാൻ ഇന്നലെ 2 പാമ്പുകളെ കണ്ടു, ആ പാമ്പ് വലുതായിരുന്നു എന്നിങ്ങനെ ഒരേ ടോണിൽ പറഞ്ഞാൽ എന്ത് ചെയ്യൂല, ശ്രദ്ധിക്കൂല. ഇന്നലെ 2 പാമ്പിനെ കണ്ടു, വലിയ പാമ്പ് എന്ന് പറഞ്ഞിട്ട് ആ ടോൺ ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ദെൻ ചേഞ്ച് ആണ് സ്റ്റിമുലസ് വേരിയേഷനിലുള്ള ചേഞ്ച്. എന്താ സ്റ്റിമുലസ് വേരിയേഷൻ അറിയോ? സ്റ്റിമുലസ് വേരിയേഷൻ എന്താണെന്നറിയോ? അറിയെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. നമ്മളെ പുതിയ കുട്ടിയില്ലേ, എന്താണ് പേര്? സാനേ, എന്താ പറഞ്ഞ? മറന്നുപോയി പേര്. ഹലോ, പുതിയ കുട്ടിയുടെ പേരെന്താ പറഞ്ഞേ? സന കേൾക്കുന്നുണ്ടോ? സന വിചാരിച്ചിട്ടുണ്ടാവും ഇത് പെട്ടുപോയോ. ടോണൽ വേരിയേഷൻ അറിയോ? സോറി, സ്റ്റിമുലസ് വേരിയേഷൻ അറിയോ? അത് നമ്മളുടെ മനഃപൂർവ്വമായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നതല്ലേ? മനഃപൂർവ്വമായ മാറ്റം ചെറിയ ഷേപ്പിലും അങ്ങനെ സൈസിലൊക്കെ അങ്ങനെയുള്ള ആതിര മിണ്ടരുത്. പേർപ്പസ്ഫുള്ളി വോയിസ് മാറ്റുന്നത് അങ്ങനത്തെ ഒക്കെയാണോ?
അത് ടോണൽ വേരിയേഷനാ. സ്റ്റിമുലസ് വേരിയേഷൻ ആണല്ലേ നമ്മുടെ ജസ്റ്റേഴ്സ് അല്ലേ, നമ്മുടെ കൈ, കാല്, ശരീരം, അങ്ങനത്തെ ജസ്റ്റേഴ്സ് അല്ലേ സ്റ്റിമുലസ് വേരിയേഷൻ. അതാണ്. ഓക്കെ, അതിലൊക്കെ ഇങ്ങനെ നമ്മൾ പല ആക്ഷൻസും അല്ലെങ്കിൽ അതിന് നമ്മുടെ സംസാരത്തിനനുസരിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, സഡൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് വെച്ചാല് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു പോസ്, പെട്ടെന്നൊരു സ്റ്റോപ്പ്. നിങ്ങൾ ഈ മതപ്രസംഗമൊക്കെ കേട്ടണോ? ഒരു ഹൈ പിച്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം. കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ചേഞ്ചിങ് പൊസിഷൻ. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റിമുലസ് വേരിയേഷൻ വേണം, ടോണൽ വേരിയേഷൻ വേണം, ദെൻ സഡൻലി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, പെട്ടെന്ന് പോസ് ചെയ്യാം, സൈലൻസ് ഇടാം. ചേഞ്ചിങ് പൊസിഷൻ, നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഒരേ പൊസിഷനിൽ നിന്നുകൊണ്ട് വൈകുന്നേരം വരെ ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൈറ്റ്, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻസ് കീപ്പ് ചെയ്യുക. ദെൻ വോയിസ് മോഡുലേഷൻ, ടോണൽ വേരിയേഷൻ ഒക്കെ ഒരുപോലെ കണ്ടാൽ മതി. സോ അത്തരത്തിൽ നമ്മുടെ ആ ഒരു മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എങ്കിലാണ് നമ്മുടെ ക്ലാസ് അറ്റൻറ്റീവ് ആവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ദെൻ കോൺട്രാസ്റ്റ്, ദാറ്റ് മീൻസ് വെറൈറ്റി ആണ്. അഥവാ പിന്നെ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് സ്പോട്ട് ഇൻ വൈറ്റ് പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഇതിൽ വന്നൊരു ഉദാഹരണമാണ്. എന്താ വെച്ചാലേ, ഇപ്പൊ നമ്മള് എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതൊരു പുതിയതായ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോ ഈ ബ്ലാക്ക് സ്പോട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു പ്രവർത്തനം, ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ ഒരാള് ചോദിച്ചത് കേട്ടിരുന്നോ? നമ്മളൊരു വെള്ള പേപ്പറിൽ നടുക്കൊരു കുത്തുണ്ട്, ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ട്, സോറി ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്. പിന്നെ എന്നിട്ട് അത് കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പേപ്പറിൽ എന്താണ് കാണാൻ കഴിയുന്നത്? ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ എന്ത് പറയും പൊതുവെ? ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയും. ദർ ഇസ് എ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയും. കാരണം കുട്ടികൾ, പക്ഷെ നമ്മളപ്പോ ആ മോട്ടിവേഷൻ സ്പീക്കർ എന്താണ് അവിടെ ഫോക്കസ് ചെയ്യുക? ഇത്രയും വൈറ്റ് ഏരിയ ഉണ്ടായിട്ട്, നന്മയുണ്ടായിട്ട് നമ്മളെല്ലാവരും ആ ഒരു തിന്മയിലേക്കാണ്, അതല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്കാണ് ഫോക്കസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തില് വൈരുദ്ധ്യങ്ങളുള്ള പോയിന്റ്സ് പറയാ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം അവർ എക്സ്പെക്ട് ചെയ്യാത്ത രൂപത്തിൽ നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദെൻ 5 നൊവൽറ്റി ആണ്. പുതുമ എന്നാണ് അർത്ഥം. അൺയൂഷ്വൽ ആയിട്ടുള്ള, ന്യൂ ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിലുണ്ടോ നമ്മള് ഇതൊരു എക്സാമ്പിൾ കൊടുത്തതാണ്. ഡോൺ ടച്ച് എന്ന് എഴുതുന്നതിന് പകരം ഡോൺ കിസ് മീ എന്ന് എഴുതി വെക്കുന്നത് പോലെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരു സ്റ്റോറി പറഞ്ഞില്ലേ, ഒരു യാചകന്റെ ബോർഡ് മാറ്റിയത്? പറഞ്ഞ ഓർമ്മ ഉണ്ടോ? യെസ്. അപ്പൊ അതവിടെ ആക്ച്വലി നൊവൽറ്റി കൊണ്ടുവന്നതാണ് അല്ലെ? അതേപോലെ നമ്മള് ഡ്രസ്സിന് നൊവൽറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ അല്ലെ ഫുഡിന് നൊവൽറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എല്ലാ മേഖലയും ഒരു നൊവൽറ്റി ആളുകൾ എന്ത് ചെയ്യും? അട്രാക്റ്റഡ് ആകും എന്നുള്ളതാണ്. ദെൻ മൂവ്മെന്റ് ആണ്. മൂവിങ് ഒബ്ജക്ട് അട്രാക്ട് അറ്റൻഷൻ, അഥവാ മൂവിങ് ഒബ്ജക്റ്റുകൾ. ദാറ്റ് മീൻസ് നമ്മുടെ ക്ലാസ്സിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യിക്കുക എന്നുള്ളതല്ല, മൂവ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക്കായി നിൽക്കുന്നതിനേക്കാൾ അറ്റൻഷൻ കിട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലത്തെ റിപ്പീറ്റേഷൻ, റിപ്പീറ്റഡ് സ്റ്റിമുലസ് ക്യാച്ച് ദ അറ്റൻഷൻ, അഥവാ വ്യത്യസ്ത കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നൊരു സംഭവത്തെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ സിസ്റ്റമാറ്റിക് ഫോം, ഒബ്ജക്ട് ഇൻ ദ സിസ്റ്റമാറ്റിക് ഫോം റിറ്റെയിൻ ഇൻ മെമ്മറി ലോങ് ടൈം എന്നാണ്. അഥവാ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു കാര്യം പ്രസന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുകയോ ചെയ്യാം. അത് നമ്മളൊരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, ഇപ്പം ഒരു ഉദാഹരണം പറയാം, നമ്മളൊരു അറ്റൻഡൻസ് എടുക്കുകയാണ് സങ്കല്പിക്കുക. അറ്റൻഡൻസ് എടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് കൃത്യമായിട്ട് അവരുടെ റോൾ നമ്പർ പറയാൻ പറ്റണം, നമുക്ക് കൃത്യമായിട്ട് ആബ്സെന്റീസിനെ മാർക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആരൊക്കെയാണ് ആബ്സെന്റീസ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ പൊതുവെ നമ്മൾ ചെന്ന് ഫസ്റ്റ് ടൈമിൽ കുട്ടികൾ ഭയങ്കര ബഹളമായിരിക്കും. അപ്പൊ ആ ഒരു ബഹളത്തിന്റെ ഇടക്ക് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നടത്താൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു സിസ്റ്റം ഫോം ചെയ്യാൻ ശ്രമിക്കും. ഇതിൽ ഏതെങ്കിലും ടീച്ചേഴ്സ് അങ്ങനെ വളരെ ഇഫക്റ്റീവായി അറ്റൻഡൻസ് എടുക്കാൻ എന്തെങ്കിലും സിസ്റ്റം ഫോളോ ചെയ്യുന്നവരുണ്ടോ? ഈ നമ്മുടെ ക്ലാസ്സിലുള്ള ഏതെങ്കിലും ടീച്ചേഴ്സ് അങ്ങനെയുള്ള ആളുകളുണ്ടോ? ക്ലാസ്സിൽ ഒരുപാട് സിസ്റ്റംസ് ടീച്ചേഴ്സ് ഉണ്ടാക്കാറുണ്ട്. പുതിയ വാക്കുകൾ പഠിക്കാൻ വേണ്ടി സിസ്റ്റം ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഡ്യൂട്ടീസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടീസ് അറേഞ്ച് ചെയ്തുകൊണ്ട് അത് സിസ്റ്റമാക്കി മാറ്റാറുണ്ട്. അങ്ങനെ പല സിസ്റ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ അറ്റൻഡൻസിന്റെ കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ടീച്ചേഴ്സ് ഉണ്ടോ അതിൽ? ഇപ്പോ ഇല്ല തോന്നുന്നു സർ.
ഇല്ല തോന്നുന്നു. സോ എനിവേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പൊ ഞാനൊക്കെ ചെയ്യാറില്ല എങ്ങനെ വെച്ചാല് ഞാൻ അറ്റൻഡൻസ് എടുക്കാട്ടോ എന്ന് പറയും. അറ്റൻഡൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ പട്ടാള ചിട്ടയിൽ ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഓർഡർ. അത് ആരെങ്കിലും അറ്റൻഡൻസ് ലേറ്റ് ആവുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേ വന്നാല് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാല് അവർക്കൊരു പണിഷ്മെന്റ് സ്പോട്ട് തന്നെ കൊടുക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ ഫൈൻ ആയിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം അവരെന്ത് ചെയ്യുന്ന അറിയോ, ആ ഫൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അറ്റൻറ്റീവ് ആയിരിക്കും. പിന്നെ പട്ടാള ചിട്ടയിൽ പറയുമ്പോൾ വെച്ചാല് 1 2 3 4 5 6 7 8 9 എന്നുള്ള ആ ഒരു ഭയങ്കര കമാൻഡിങ് പവറിലാണ് അവർ അറ്റൻഡൻസ് പറയാം. സോ അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും സിസ്റ്റം ഉണ്ടാക്കി വെച്ചാലേ, അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലേണിങ്ങിനാവട്ടെ അതല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റിക്കാവട്ടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ അത് നമ്മുടെ അറ്റൻഷന്റെ ഭാഗമായി മാറും എന്നൊക്കെയാണ്. സോ ഇതിൽ 8 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സൈസ്, ഇന്റൻസിറ്റി, ചേഞ്ച്, കോൺട്രാസ്റ്റ്, നോവൽറ്റി, മൂവ്മെന്റ്, റിപ്പീറ്റേഷൻ ആൻഡ് സിസ്റ്റമാറ്റിക് ഫോം. ഇനി ഉണ്ടല്ലോ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് അറ്റൻഷനിൽ ഇതേ പോയിന്റ്സ് എഴുതണം എന്നെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ എന്ന് യാതൊരു പ്രസക്തി ഇല്ല. ഇതൊരു ഒതന്റിക് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി പുറത്തുനിന്ന് നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ ഫാക്ടേഴ്സിന് എന്ത് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്, സബ്ജക്റ്റീവ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഒബ്ജക്റ്റീവിന്റെ ഭാഗമാണ്, അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ഭാഗമാണ്. ഇനി ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇൻട്രസ്റ്റ്, നീഡ് ഓർ വാല്യൂ, മെന്റൽ സെറ്റ്, ഫിസിയോളജിക്കൽ കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത് ഇനി ഓരോന്നോരോന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നമ്മളുടെ ഒരു വസ്തുവിലേക്ക് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു അറ്റൻഷൻ കൊടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അറ്റൻഷൻ വരുള്ളൂ. ദെൻ നമ്മുടെ നീഡ്, നമ്മുടെ മെന്റൽ സെറ്റ് അല്ലെ, എല്ലാ ദിവസവും ഒരേ മെന്റൽ സെറ്റപ്പോട് കൂടി അല്ല നമ്മൾ ഉണ്ടാവുക. ചില ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ നമ്മൾ നല്ല ഹാപ്പി ആണ് അല്ലെങ്കിൽ ജോയ്ഫുൾ ആണ്, കണ്ടന്റഡ് ആണ് എങ്കിൽ നമ്മുടെ അറ്റൻഷൻ കൂടുവോ കുറയോ? കൂടും അല്ലെ. അന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്കത് കേട്ടിരിക്കാനും കാണാനൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവും. ഇന്ന് നമ്മള് വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടാണ് പോയത്, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഇഷ്യൂ ഇങ്ങനെ നടന്നു കൊടുക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ അറ്റൻഷൻ കുറയും ഇല്ലേ. അപ്പൊ നമ്മളവിടെ ആ ഒരു ലോകത്ത് തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളിതൊക്കെ കാണുന്നുണ്ടാവും പക്ഷെ അറ്റൻറ്റീവായി കാണുന്നുണ്ടാവില്ല. ഇനി അതവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇവിടെ നിന്നാണ് പറഞ്ഞത് ഡിറ്റർമിനേഴ്സ് ഓഫ് അറ്റൻഷൻ എന്താണെന്നാണ് പറഞ്ഞത്. ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് പിന്നീട് നൽകിയത്. ഇനി വേസ് ആൻഡ് മീൻസ് ഓഫ് സെക്യൂറിംഗ് ബെറ്റർ അറ്റൻഷൻ ഇൻ ദ ക്ലാസ് റൂം ആണ്. അഥവാ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് നല്ല അറ്റൻഷൻ ഉറപ്പുവരുത്തുക, ഹൗ ടു എൻഷുർ അറ്റൻഷൻ ഇൻ ദ ക്ലാസ് റൂം. ഇന്റേണൽ ഫാക്ടേഴ്സ് ഒന്നുകൂടി കാണിക്കോ? എന്തോ ഇന്റേണൽ ഫാക്ടേഴ്സിന്റെ ഒന്നുകൂടി കാണിക്കോ? ഇതാണോ? ഓക്കെ, ഇതെന്താ എഴുതിയെടുക്കാനാ? അത് ഗ്രൂപ്പിലുണ്ടേ. നോട്ട് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. എന്താണ് ഉറങ്ങിക്ക? അല്ല, സാറ് പറയുമ്പോ തന്നെ ഒന്ന് നോട്ട് ആരാണിത്? അല്ല, സാർ പറയുമ്പോ തന്നെ നോട്ട് ചെയ്യുമ്പോൾ ഒരു ആക്റ്റീവായ പോലാണ്. ഓക്കെ, ഏതാണ്ട് സുഖം ഉണ്ടാവില്ല. അല്ല ശരിയാണ്, ഞാനും അതിന്റെ ഒരാളാണ്. ദാറ്റ് മീൻസ് നമ്മള് ക്ലാസ് കേൾക്കുക, അത് അപ്പൊ തന്നെ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അതൊരു അനുഭവം കൂടിയാണ് ആക്ച്വലി. അതെ, അല്ലെങ്കിൽ ഒരു പാസീവായി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അതെന്താ അതിന് കാരണം തരുമോ? സംസാരിക്കുന്ന ആളെ പേരെന്താ? ശാലിനി. ശാലിനിയെ അങ്ങനെ വരാനുള്ള കാരണം തരുമോ? ഈ എല്ലാരും ഇതേപോലെ എഴുതുന്നുണ്ട് ശാലിനിക്ക് ഉറപ്പുണ്ടോ? ഇല്ല. ചില ആളുകൾക്ക് സംതൃപ്തി കിട്ടുള്ളൂ അല്ലെ. അതിന്റെ സൈക്കോളജിക്കൽ വശം എന്താ അറിയോ? അറിയോ? നമ്മൾ ഏറ്റവും കൂടുതൽ ടാക്ടൈൽ എക്സ്പീരിയൻസ് അതാണ്, അഥവാ എക്സ്പീരിയൻസ് എന്നാണ് കൂടുതൽ പഠിക്കുന്ന ആളുകൾ എന്നാണ്. നമുക്ക് ഓഡിറ്ററി ഉണ്ട്, അഥവാ വോയിസ് കേട്ടാൽ മാത്രം പഠിക്കുന്ന ആളുകളുണ്ട്. വിഷ്വൽ ഉണ്ട്, കണ്ടാൽ മാത്രം മതി അത് മനസ്സിലാകുന്ന ആളുകളുണ്ട്. ഇത് നമ്മൾ കുറച്ചും കൂടിയും ടാക്ടൈൽ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് അനുഭവത്തിൽ നിന്നാണ് കൂടുതൽ നമുക്ക് പെട്ടെന്ന് മെമ്മറിക്ക് സ്റ്റോർ ചെയ്യാം. നമ്മുടെ മെമ്മറിയുടെ ടൈപ്പ് ഓഫ് മെമ്മറി അങ്ങനെയാണ്. എക്സ്പ്ലനേഷൻ ഒന്നും എഴുതിയില്ലെങ്കിലും ജസ്റ്റ് ചെറിയ ചെറിയ നോട്ട് എഴുതിയില്ലെങ്കിലും ഒരു സംതൃപ്തി ഉണ്ടാവില്ല. ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ വലുത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വേസ് ആൻഡ് മീൻസ് ഓഫ് സെക്യൂറിംഗ് ബെറ്റർ അറ്റൻഷൻ ഇൻ ദ ക്ലാസ് റൂം ആണ്. അപ്പൊ ഇതിൽ ഏകദേശം 5 പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഇതിൽ 5 പോയിന്റ് അല്ല, നമുക്ക് പല പോയിന്റ്സും പറയാൻ പറ്റും.
ഓക്കെ, ബുക്കിൽ പറഞ്ഞത് ഈ ഒരു പോയിന്റ്സ് എന്നുള്ളവർക്ക് മാത്രമാണ് ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് റിമൂവ് ഒബ്സ്റ്റക്കിൾ ടു അറ്റൻഷൻ ആണ്. നമ്മുടെ ക്ലാസ്സിൽ കുട്ടിക്ക് അറ്റൻഷൻ കിട്ടാൻ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ, തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഫിസിക്കൽ ആവാം, മെന്റൽ ആവാം, ബേസിക് ഫെസിലിറ്റീസ് ആവാം, എക്സെട്ര. ഞാൻ ഇതിന്റെ ഒരു ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു 4 സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയി. അവിടെ നമ്മൾ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സന്ദർശിച്ചത്. സോ അതുമായി ബന്ധപ്പെട്ട് പോയപ്പോ അവിടെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് നിന്ന് ഭയങ്കരമായ സൗണ്ട്, ഒരു ഫ്രഷേഴ്സ് ഡേ ആഘോഷിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു ക്ലാസ് എടുക്കാനോ അതല്ലെങ്കിൽ ഇവിടെ ഒരു എന്താ പറയാ ഒരു എന്തെങ്കിലും വോയിസിൽ കൊടുക്കാനോ പറ്റണില്ല. അപ്പം അവിടെ സോറി സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇതിനിടയിൽ ഒരു കോൾ വന്നതാണ്. അപ്പം അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ നമ്മൾ ആ ഒരു സൗണ്ട് നിർത്താനുള്ള എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അവിടെ ക്ലാസ് കണ്ടിന്യൂ പറ്റുള്ളൂ. സോ അത്തരത്തില് നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ ഇഫക്റ്റീവ് ആക്കാൻ, നമ്മുടെ ക്ലാസ് മറ്റുള്ള കുട്ടികൾക്ക് അറ്റൻറ്റീവ് ആക്കാൻ വേണ്ടി അതിന് തടസ്സമാകുന്ന എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് അല്ല എന്തെങ്കിലും ബാരിയേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു റിമൂവ് ദ ബാരിയേഴ്സ് അല്ലെ. അപ്പൊ ഒരു ക്ലാസ് റൂമിലെ നമ്മുടെ ക്ലാസ് കുട്ടി കൃത്യമായി കേൾക്കാതിരിക്കാൻ കാരണമാകുന്ന എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകാം. ഒരു സാധാരണ ക്ലാസ് റൂമിൽ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് കൃത്യമായി അറ്റൻഷൻ കിട്ടാതിരിക്കുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം അറിയോ? പുറത്തുനിന്നുള്ള സൗണ്ട്. പുറത്തുനിന്നുള്ള സൗണ്ടിന് എന്ത് വിളിക്കപ്പോ നമുക്ക് ഇഷ്ടമല്ലാത്ത സൗണ്ടിന് വിളിക്കുന്ന പേര് നോയ്സ്. വെരി ഗുഡ്. പിന്നെ ആ കുട്ടിയുടെ മെന്റൽ സെറ്റപ്പ് ഉണ്ട്. അത് റിമൂവ് ചെയ്യാൻ എങ്ങനെയെന്നുള്ളത് വേറൊരു വിഷയമാണ്. ഓക്കെ, അത് പോയിന്റ് കിടക്കട്ടെ. മൂന്നാമത്തെ പോയിന്റ് ഇമോഷണൽ സാധനങ്ങൾ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. കുട്ടികൾക്ക് വയറുവേദന, പനി, അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാവും. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പോലെ മെൻസ്ട്രൽ ടൈമൊക്കെ ആയി കഴിഞ്ഞാലുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കേട്ടില്ല സർ. ടെമ്പറേച്ചർ ഒരുപാട് ഹൈ ആണെങ്കിലൊക്കെ നമുക്ക് വെതർ കണ്ടീഷൻസ് സംടൈംസ് അഫക്ട് ചെയ്യാലോ. നല്ല ചൂടൊക്കെ അല്ലേ? ഓക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോഴേ എന്റെ സ്ഥാപനത്തിൽ ക്ലാസ് എടുത്തപ്പോ ഒരു ഉച്ചയ്ക്ക് ശേഷം മഞ്ചേരി ഭാഗത്ത് ആദ്യക്കാരുണ്ടാവും ചിലപ്പോ, കഴിഞ്ഞ വെള്ളിയാഴ്ച തോന്നുന്നു, നല്ല ഇരുട്ടുമൂടി വന്ന് മഴ വന്നു. കഴിഞ്ഞ വ്യാഴോ അല്ലെങ്കിൽ വെള്ളിയൊക്കെയാണ്. എന്നിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് അഥവാ ക്ലാസ് ഇരുട്ടായി പോയി. അങ്ങനെ ക്ലാസ് എടുത്തേ. ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ടായേക്കാം. പിന്നെ ചില ക്ലാസ്സുകളിൽ വെച്ചാൽ ഈ പാർട്ടീഷൻ ഉണ്ടാവില്ല, ഒന്നിച്ച് ഹാൾ ആയിരിക്കും. ആ തരക്ക് ക്ലാസ്, ഈ തരക്ക് വേറെ ക്ലാസ്, ആകെ ഒച്ചപ്പാട്, സൗണ്ട്, ബഹളം. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ അത് നമുക്ക് ചിലതൊന്നും ഇടപെടാൻ കഴിയില്ല. ദാറ്റ് മീൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇതില് ചില കുട്ടികൾ ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യും, അപ്പുറത്തെ കുട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുക, ഇപ്പുറത്തെ കുട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുക, അത്തരത്തിലുണ്ടാവും. അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഒബ്സ്റ്റക്കിൾ റിമൂവ് ചെയ്യാൻ പറ്റും. ആ കുട്ടി ഒന്ന് മാറ്റി അവിടുന്ന് ഒരു ഡിസ്പ്ലേസ് ചെയ്യുക, അവിടുന്ന് കുട്ടിനെ എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരുത്തുക. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ആണ് വേറൊന്ന്. ഇതിലിപ്പോ ഈ പറഞ്ഞ പോലെ ഇന്റേണലും എക്സ്റ്റേണലും ഒക്കെ വരും കേട്ടോ. ഇൻട്രസ്റ്റ് ആണ് കുട്ടിക്ക് കുറവെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, എന്ത് ചെയ്യും? ആ കുട്ടീനോട് ഒന്നുകൂടി സ്നേഹത്തിൽ പെരുമാറി ടീച്ചേഴ്സിനോട് ഒരു താല്പര്യം ഉണ്ടാക്കിയാൽ മേ ബി ഒന്നും കൂടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ ഒരു ചെറിയ ചാൻസ് ഉണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ട് പോയിന്റ് പറഞ്ഞ് പ്രാക്ടിക്കലൊക്കെ എങ്ങനെയാന്നുള്ളതാണ്. ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റില്ല. ടീച്ചേഴ്സിന് വെറൈറ്റീസ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാം. ടീച്ചിങ് സ്ട്രാറ്റജീസ് മാറ്റുന്നു, ടീച്ചിങ് മെത്തേഡ്സ് മാറ്റുന്നു. വെറൈറ്റീസ് നടന്നൊരു പോയിന്റ് അല്ലേ? അതെ അതെ. അതേപോലെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നു, ICT ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് അതിന് ആൻസർ കേട്ടോ, പ്രൊഫഷണൽ ആൻസർ ഇതൊക്കെയാണ്. ഇത് രണ്ട് യൂസ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഓഫ് അറ്റൻഷൻ ലൈക്ക് ലൗഡ് സൗണ്ട്, ഡയഗ്രാംസ്, ബ്ലാക്ക് ബോർഡ് വർക്ക് ആക്ടിവിറ്റീസ്, ഇല്ലുസ്ട്രേഷൻ, റിപ്പീറ്റേഷൻ. ഇതൊക്കെ തന്നെ നമ്മൾ മുകളിലുള്ള പറഞ്ഞതിന്റെ ഒരു വേറൊരു സംഭവം. അഥവാ
ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഓഫ് അറ്റൻഷൻ. നമ്മൾ ഇവരെന്തിലേക്കാണോ ശ്രദ്ധിക്കേണ്ടത് അത്. ഇപ്പൊ നമ്മളൊരു പാട്ട് കേൾപ്പിക്കുകയാണെങ്കിൽ ആ പാട്ട് കുറച്ച് ലൗഡായിട്ട് കേൾപ്പിക്കുക, അല്ലെ? അതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ നമ്മൾ നമ്മുടെ ഒരു സംസാരം കൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഡയഗ്രാംസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് അതൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക. ദെൻ ബ്ലാക്ക് ബോർഡ് നമുക്ക് ഒരു സ്കില്ല് കൂടിയാണ് കേട്ടോ. ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സ്കില്ലാണ് ഇത്, സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. സോ ബ്ലാക്ക് ബോർഡ് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? എഴുതാനല്ലാതെ. ആക്ടിവിറ്റീസ് പഠിപ്പിക്കാനല്ലാതെയാണോ സാർ ഉദ്ദേശിച്ചത്? എഴുതാനല്ലാതെ, അഥവാ നമ്മള് ഇപ്പൊ ഇന്ത്യ അങ്ങനെ എഴുതാനല്ലാതെ ബ്ലാക്ക് ബോർഡ് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? വരയ്ക്കാൻ, ഡയഗ്രാംസ്. ഡയഗ്രാംസ്, ടേബിൾസ്, പിക്ചേഴ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വരക്കാനും കുട്ടികളെ കൊണ്ട് വരപ്പിക്കാനും അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാനൊക്കെ പറ്റും. ഓക്കെ. ദെൻ ആക്ടിവിറ്റീസ്, ഇല്ലുസ്ട്രേഷൻസ്, റിപ്പീറ്റേഷൻ അതൊക്കെ കൊടുക്കാം. ദെൻ 3 യൂസ് ടീച്ചിങ് എയ്ഡ്സ് ആണ്. ടീച്ചിങ് എയ്ഡ് എന്നാണ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ എന്നാണ് വിളിക്കുക. TLM. ഓക്കെ. അതുപോലെ തന്നെ കണ്ടക്ട് ആക്ടിവിറ്റീസ്, അഥവാ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗെയിംസ് കൊടുക്കുക അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ താല്പര്യം, ഇൻട്രസ്റ്റ് അറൈസ് ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരങ്ങള്, അതിനുള്ള പ്രവർത്തനങ്ങള്. അതുപോലെ തന്നെ ഇവോക്ക് സെന്റിമെന്റ്സ്. അങ്ങനെ സെന്റിമെന്റ്സോട് കുട്ടികളെ വീഴ്ത്താൻ കഴിയും. എങ്ങനെ വീഴ്ത്തുക? ഒരു കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടില്ല, ഓക്കെ, അല്ലെങ്കിൽ ആ കുട്ടി ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല, വെറുതെ അലമ്പാക്കി കിടക്കുകയാണ്. സെന്റിമെന്റ്സിൽ എങ്ങനെ വീഴ്ത്തുക? വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സെന്റിമെന്റ്സിൽ വരത്തില്ലേ? പറയാ എനിക്ക് തലവേദനയാണ്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് ക്ലാസ് എടുക്കുന്നില്ലേ, ഒന്ന് ശ്രദ്ധിച്ചൂടെ എന്നൊക്കെ പറയാം. അതാണ് ഞങ്ങൾക്ക് തീരെ സുഖമില്ല, എന്നിട്ടും ക്ലാസ് എടുക്കുന്നുണ്ട്, ശ്രദ്ധിച്ചൂടെ? ഓക്കെ. വേറെ നിങ്ങളെക്കാളും വലിയ ഇതൊക്കെയാണ് സഹിച്ചിട്ട് ക്ലാസ് എടുക്കുന്നതെന്നൊക്കെ പറയാം. ഓക്കെ. വേറെ നിങ്ങളുടെ വീട്ടുകാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് പണ്ടേ ഏതോ ഒരു ഇതാണ് കേട്ടതാ കൊറേ കേട്ടതാ എന്നൊക്കെ പറയാനുള്ള സാധ്യത ഉണ്ട്. നോക്കണേ. വീട്ടുകാർ കഷ്ടപ്പെട്ടതും നാട്ടുകാരെ എക്സ്പെക്ടേഷനൊക്കെ ഒരു കുറെ കേട്ടിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസമായി എന്റെ കുട്ടികള് കുറച്ച് ആളുകള് ഹോംവർക്ക് മീൻസ് ഒരു ഡയറി സംഭവം എഴുതാൻ കൊടുത്തു. അവർ കുറച്ചാൾ എഴുതാതെ വന്നു. അതിൽ അത്യാവശ്യം നല്ല പഠിക്കുന്ന കുട്ടികളും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കുട്ടി ഒരു മുഖത്ത് ഞാൻ ഇതൊരു പാർഷ്യാലിറ്റി കാണിച്ചു അങ്ങനെയൊന്നുമല്ല കേട്ടോ. എല്ലാവർക്കും ഫീഡ്ബാക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഒരു സെന്റൻസ്, അത് അപ്പൊ ഒരു നാച്ചുറലായിട്ട് വന്നതാ. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ് ഫ്രം യു എന്നൊരു സെന്റൻസ് പറഞ്ഞു. ഞാനത് നിന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നുള്ളത്. ഞാനത് ഇങ്ങനെ കാഷ്വലായിട്ട് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഒക്കേഷനിൽ ആ കുട്ടി വന്നിട്ട് പറയാണ്, സാറാ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ട് തോന്നുന്നു. അപ്പൊ ഞാൻ എന്തേ, ഞാൻ എല്ലാവരും ചീത്ത പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, എന്തെത്ര ഫീൽ ആവാന്ന് വെച്ച്. അല്ല, ചീത്ത പറഞ്ഞല്ല സാറേ, ചീത്ത പറഞ്ഞത് എനിക്ക് ഫീൽ ആയിട്ടില്ല, പക്ഷെ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ് ഫ്രം യു എന്നുള്ള സെന്റൻസ് പറഞ്ഞല്ലേ, അതാണ് എന്നെ വല്ലാതെ തളർത്തിയത്. അതെനിക്ക് ഭയങ്കരമായിട്ട് എവിടെയോ കൊണ്ടിട്ടോ എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് ചില സമയത്ത് അവരെ ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെ പ്ലസ് വണ്ണില് ഞാൻ വരുമ്പോ പ്ലസ് വണ്ണിലെ സബ്ജക്റ്റ് ഒക്കെ നമുക്ക് ന്യൂ ആയിരിക്കുമല്ലോ. അപ്പൊ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റില് ഞാൻ ഫസ്റ്റ് മിസ് ചെറിയൊരു എക്സാം എടുത്തപ്പോ വളരെ കുറഞ്ഞ മാർക്ക് കിട്ടി എനിക്ക്, വളരെ കുറവ്. അപ്പൊ മിസ് എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങടുത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ അല്ലേന്ന് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ തൊട്ട് ഞാൻ ആ സബ്ജക്റ്റിൽ ഫുൾ A+ വാങ്ങി. വെരി ഗുഡ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്തറിയോ? ഞാൻ പറഞ്ഞോ, എനിക്കറിയില്ല. മെന്റൽ ലോക്ക്. യെസ്, വെരി ഗുഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണോ അതല്ല അല്ലാതെ അറിയുന്നതാണോ? സാറ് പറഞ്ഞതായിരുന്നു. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നമ്മൾ പറഞ്ഞൊരു ടേമിനെ ഓർത്തിരിക്കണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. ദിസ് ഈസ് മെന്റൽ ലോക്ക്. yes, also a mental lock. Yes, then പിന്നെ tell the students what to attend. നമുക്കില്ലേ, നമ്മൾ സെന്റിമെന്റ്സും സ്നേഹവും മോട്ടിവേഷനും ഇൻട്രസ്റ്റും ഒക്കെ കൊടുത്തിട്ടോ, അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി tell the students what to attend. ഇനി നമ്മളില്ലേ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം എന്താണ്, അതിന്റെ ഒരു സീരിയസ്നെസ് എന്താണ്, അതിന്റെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും, അത്തരത്തില് നമ്മൾ ചെയ്യാൻ പോകുന്നതിന് വളരെ സീരിയസ് ആയിട്ട് കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ,
അപ്പൊ ആ പ്രോസസ്സ് അത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ കുറെ അറ്റൻഡ് ചെയ്യുക. കാരണം അവർക്ക് അതിനൊരു സീരിയസ്നെസ് മനസ്സിലാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ. ഏതൊരു ടോപ്പിക്കും നമ്മൾ പറയുന്നതിന് മുമ്പേ ഒരു നല്ല ഇൻട്രോ കൊടുക്കുക. ഇന്ന് എന്തെങ്ങനെ വല്ലാണ്ട് കോട്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ എന്നെ? ശ്രദ്ധിക്കണ്ട, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സ്ലൈഡല്ലേ ശ്രദ്ധിക്കുന്നുള്ളൂ? അല്ല, ഞങ്ങൾ സാറേ നോക്കുന്നത്. അതല്ലേ, ഇന്ന് എന്താ അറിയില്ല, കുറച്ചധികം കോട്ടുക വരുന്നുണ്ട്. ഞാൻ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കൂട്ടുമായിട്ടറിയാം, ഞാൻ എണ്ണും 1 2 ഒരാളെന്നെ ഈ കൂട്ടുക ഇരുന്ന ആളെന്നെ വീണ്ടും വീണ്ടും കൂട്ടുകയിടൂലേ? അല്ല, ഒരാൾ കൂട്ടുപോയിട്ടാലും ബാക്കിയുള്ളവരിടും. ഞങ്ങളും ഇവിടുന്നുണ്ട്. ആ അതിടും. അതല്ലാതെ ഞാൻ പറയുന്നത് വെച്ചാല് ഒരാളെന്നെ ഇങ്ങനെ ഉറക്കം വരുന്നെങ്കിൽ അയാൾക്ക് തന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ ഇടക്കിടക്ക് കൂട്ടുപോയിട്ട് മേലെ എണ്ണി കൊടുക്കും. ഓക്കെ 1 2 3 ഇന്ന് 4 ആയിട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ അത് പിന്നെ ഇടാനൊരു മടിയിരിക്കും. ദാറ്റ് മീൻസ് 5 എണ്ണൂലേ എന്നൊക്കെയുള്ള സാധനങ്ങൾ. സോ ഹിയർ the students tell the students what to attend. ഓക്കെ, എന്താണ് നമ്മൾ എടുക്കാൻ പോണത്. അതുപോലെ തന്നെ രണ്ടാമത്തത് അതിൽ പറഞ്ഞ ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ. അഥവാ എപ്പോഴും നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള സാധനം ഉണ്ട്. നമ്മളൊരു ഏതൊരു ചാപ്റ്ററിന്റെയും അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക് ക്ലാസ് എടുക്കാൻ പോകണമെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ അറിയോ നമുക്ക്? നമ്മളൊരു ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു രീതിയിൽ ഫസ്റ്റ് എന്താ ചെയ്യാ അറിയോ? നമ്മളെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ക്ലാസ്സിലേക്ക് പോയി, നമ്മുടെ പീരീഡ് തുടങ്ങി, നമ്മൾ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തു. ദെൻ അവിടുന്ന് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ അറിയോ? ഇൻട്രൊഡക്ഷൻ അല്ല, കുട്ടികളോട് ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ വിഷ് ചെയ്യുന്നതും അവരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂലേ? അതെ. അതിനെന്താ പറയാ? അറിയില്ല. മേക്കിംഗ് റാപ്പോ ബിൽഡ് ചെയ്യുക. റാപ്പോ കിട്ടില്ലേ? റാപ്പോർട്ട് എന്നാണ് വാക്ക്, റാപ്പോ എന്നാണ് പറയാ. മേക്കിംഗ് റാപ്പോ അത് ഒരു മാനസിക ബന്ധം ഉണ്ടാക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രൊഡക്ഷൻ. ഈ ഇൻട്രൊഡക്ഷൻ നമ്മൾ പല പേരുകൾ വിളിക്കും. എൻട്രി ആക്ടിവിറ്റി, ദ കർട്ടൻ റേസർ, ദ ഡോർ വേ, അങ്ങനെ പല പേരുകൾ വിളിക്കും. ഇൻട്രൊഡക്ഷൻ വിളിക്കും, എൻട്രി ആക്ടിവിറ്റി എന്ന് വിളിക്കും, ദ ഡോർ വേ എന്ന് വിളിക്കും, ദ കർട്ടൻ റേസർ എന്നൊക്കെ വിളിക്കും കേട്ടോ. നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ ഇൻട്രോ കൊടുക്കാനാണ്. നമുക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ടീച്ചിങ് മാനുവൽ എഴുതുമ്പോൾ അതിലൊരു എൻട്രി ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. പ്രവേശക പ്രവർത്തനം എന്നതിന്റെ മലയാളം. അപ്പം അത് കൊടുക്കണം. ഞാൻ നിങ്ങളോട് ഒരു ഇത് പറഞ്ഞു, ഈ എൻട്രി ആക്ടിവിറ്റിന്റെ വേറൊരു സാധനം പറഞ്ഞോ അറിയില്ല. പിന്നെ ഒരു ടീച്ചർ പറഞ്ഞോ ചിലപ്പോൾ കഥ, കാക്കന്റെ പാഠം പഠിപ്പിക്കാൻ പോയത് ഒരു 3ാം ക്ലാസ്സുകാരൻ ചെയ്ത പണി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് റിലേറ്റ് ദ ന്യൂ കോണ്ടന്റ് വിത്ത് പ്രീവിയസ് നോളജ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, എ ന്യൂ നോളജ് ഷാൾ ബി കൺസ്ട്രക്റ്റഡ് അപ്പോൺ പ്രീവിയസ് നോളജ് എന്നുള്ളതാണ്. പഴയ അറിവിൽ നിന്ന് മാത്രമേ ഒരു പുതിയ അറിവുണ്ടാകൂ. നിങ്ങൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? പുതിയ നോളജ് ഇതെന്ത് സംഭവം? അപ്പൊ എടുക്കാനുള്ളത് ഞാൻ മുന്നേ പറഞ്ഞേക്കാം, എല്ലാം അങ്ങോട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ പഠിപ്പിക്കേണ്ട അടുത്തതൊക്കെ മുന്നേ പറഞ്ഞതാണല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഒന്നുമില്ല, കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ അത് മതി. ദെൻ ഹാർനസ് ദ നാച്ചുറൽ ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ ടു ദ ലിസൺ. നമുക്കല്ലേ കുട്ടികളുടെ മുകളിൽ പറഞ്ഞത് തന്നെയാണ്, കുട്ടികളുടെ താല്പര്യം എങ്ങനെയെങ്കിലും നമ്മുടെ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് യൂസ് ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കണം. ഈ മെത്തേഡ്സ് പറഞ്ഞപ്പോഴേ അപ്രോച്ച്, മെത്തേഡ്, സ്ട്രാറ്റജി, ഇങ്ങനെ 3 സാധനം ഉണ്ട്. ടെക്നിക്ക്, ഇങ്ങനെ 4 ടേംസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്രോച്ച്, സ്ട്രാറ്റജി, മെത്തേഡ്, ടെക്നിക്ക്, ഞാൻ 4 ഉണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇല്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ് ഒന്നുമല്ല, ഞാൻ ഏതെങ്കിലും ക്ലാസ്സിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞില്ലല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കട്ടെ. അപ്രോച്ച് എന്ന് പറഞ്ഞാല് നമ്മൾ കരിക്കുലം മൊത്തമായിട്ട് ഒരു അപ്രോച്ചാണ് ഫോളോ ചെയ്യുക. നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അത് മൊത്തം ആ സിലബസിൽ എല്ലാവരും ആ ഒരു അപ്രോച്ചാണ് ഫോളോ ചെയ്യുക. ഒരു വലിയ ടേമാണ്. ദെൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു സിലബസ് നമ്മൾ പറയും, ഇന്ന ടോപ്പിക്ക് ഇങ്ങനെ പഠിപ്പിക്കണം, ഈ ടോപ്പിക്ക് നിങ്ങൾ ഒരു ഡിസ്കഷനായി പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള. ഓക്കെ, അപ്രോച്ച്,
മെത്തേഡ്, ദെൻ സ്ട്രാറ്റജി ഉണ്ട്. സ്ട്രാറ്റജിയും മെത്തേഡും തമ്മിലൊക്കെ ചെറിയ ചെറിയ നാരോ ഡിഫറൻസസ് ഉണ്ട്. ആക്ച്വലി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സിലബസിന്റെ ഭാഗമായിട്ട് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളിൽ ഉണ്ടാവും ഏത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇപ്പൊ ഇംഗ്ലീഷിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ട്. അഥവാ ആദ്യം മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്ന ചില സ്ട്രാറ്റജികളൊക്കെ ഉണ്ട്. അപ്പം ആക്ച്വലി ആദ്യം അപ്രോച്ചാണ്, അതിന്റെ ഒരു ചെറിയ സാധനമാണ് സ്ട്രാറ്റജി, അതിന്റെ ചെറിയൊരു സാധനമാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ടെക്നിക്ക് എന്നാൽ ടീച്ചേഴ്സ് ക്ലാസ്സിനിടയിൽ ഇരുന്ന ചെറിയ ചെറിയ സൂത്രങ്ങളാണ്. ഉറക്കം പോകാൻ വേണ്ടിയിട്ട്, എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളില്ലേ, ഞാൻ വേറൊരു ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മള് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സങ്കല്പിക്കാം. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ കുട്ടികൾ പല സ്ഥലത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ എല്ലാവരും നിങ്ങളിലേക്ക് ശ്രദ്ധിക്കണം. ഓക്കെ, എല്ലാവരും നിങ്ങളിലേക്ക് ശ്രദ്ധിക്കണം സങ്കല്പിക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ചെറിയ സാധനമാണ്, നമ്മളെ ഇതില്ലേ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. യെസ്, ലിസൺ ടു മൈ ഹാൻഡ്. സോ ദർ ഇസ് സംതിങ് ഹിഡൻ ഇൻ മൈ ഹാൻഡ്. എന്റെ കയ്യിൽ ഒരു ചെറിയ സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ക്യാൻ യു ഗസ് വാട്ട് ഇസ് ഇറ്റ്? ഇത് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കവറോ എന്തിനുണ്ടെങ്കിലും അതിങ്ങനെ കുട്ടികളെ മുന്നിൽ പ്രദർശിപ്പിക്കാം. അപ്പൊ ആക്ച്വലി പുറത്തുള്ള ബാക്കി അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുന്ന കുട്ടികളൊക്കെ നമ്മളിലേക്ക് ശ്രദ്ധ വരും. ശരി, നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു കമന്റ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ആ സമയത്ത് പുറത്തെടുക്കുമ്പോൾ എല്ലാവരും ഒരു സെക്കൻഡ് നമ്മളിലേക്ക് വരികയും അവർ എൻഗേജ്ഡ് ആയ ബാക്കിയുള്ള മേഖലയിൽ നിന്ന് അവർ മാറി നമ്മുടെ ടോപ്പിക്കിലേക്ക് അവർ കടന്നു വരികയും ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി എന്ന് ഫീൽ ചെയ്യാണ് സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ബോർഡിൽ പോയിട്ട് ഒരു സർക്കിളോ ഇതില്ലെങ്കിൽ ചെറിയൊരു വേറെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് വരച്ചു. എന്ന് പറയണേ, എവ്രി വൺ ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്, വാട്ട് ക്യാൻ യു സീ ദർ? നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മാറി പെട്ടെന്ന് അവർക്ക് ചെയ്യാനുള്ള ഒരു ആക്ഷൻ വരികയാണ്. കുട്ടികൾക്ക് ചെയ്യാനുള്ളൊരു പ്രവർത്തനം വരുമ്പോൾ അവരത് പെട്ടെന്ന് ചെയ്യും. മനസ്സിലായോ? അത്തരത്തിലുള്ള ചെറിയ സാധനങ്ങൾ നമുക്ക് ക്ലാസ്സിൽ ഇടാം. സാധാരണ നമ്മൾ ടീച്ചേഴ്സ് ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ അവരെല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആയാലും നമ്മൾ സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ, സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ എന്നൊക്കെ പറയും. ആ രൂപത്തിൽ അതും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്തരത്തിലല്ലേ അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ ചെയ്യാവുന്ന വേറൊരു ചെറിയൊരു ആക്ടിവിറ്റി പറഞ്ഞുതരാം. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു എന്ന് പറയണം. എല്ലാവരോടും സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കാൻ പറയാം. അപ്പൊ എല്ലാവരും നമ്മൾ ഫേസ് ആയിട്ട് നമുക്ക് അനുസരിച്ച് നിൽക്കുന്നുണ്ടാവുക. ദെൻ അവരോട് പറയേണ്ടത് ക്ലോസ് യുവർ ഐസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. അവരെ കണ്ണ് ക്ലോസ് ചെയ്യാൻ പറയാം. എന്നിട്ട് അവർ പറയാം, ഞാൻ എന്താണോ കമന്റ് പറയണത് എന്റെ കമാൻഡിന്റെ ഓപ്പോസിറ്റ് വേണം നിങ്ങൾ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് വെച്ചാൽ റൈറ്റ് ടേൺ, ലെഫ്റ്റ് ടേൺ, എബൌട്ട് ടേൺ. എബൌട്ട് എന്നാൽ നേരെ ബാക്കിലേക്ക് തിരിയാം. ഇതിന്റെ ഓപ്പോസിറ്റ് അവർ ചെയ്യണം. റൈറ്റ് ടേൺ എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റിലേക്ക് തിരിയണം, ലെഫ്റ്റ് എന്നാൽ റൈറ്റിലേക്ക് തിരിയണം. അങ്ങനെ ഒരു 5-8 കമന്റ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ് എന്ന് പറയുമ്പോൾ അവർ പലരും പല പൊസിഷനിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ആക്ടിവിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ ഇപ്പോ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പരീക്ഷിക്കണം. ചെറുപ്പത്തിൽ എത്ര പേരുള്ള ടീച്ചേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആർക്കത് കേൾക്കണേ? ശരി, ഒരാളെ. ഓക്കെ, എത്രാം ക്ലാസ്സിലാ? 1 to 5. 1 to 5. ഓക്കെ, ഏത് ക്ലാസ്സിൽ ഇത് ചെയ്യാൻ പറ്റും? ചെറിയ ക്ലാസ്സിൽ മലയാളത്തിൽ ചെയ്യാം, ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള റിസൾട്ട് എന്ന് പറയാം കേട്ടോ. റിസൾട്ട് മീൻസ് ജസ്റ്റ് ചെയ്തോ ഇല്ലെന്ന് ജസ്റ്റ് സൂചിപ്പിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ഇത്ര പറഞ്ഞു, വേസ് ആൻഡ് മീൻസ് ഓഫ് സെക്യൂറിംഗ് ബെറ്റർ അറ്റൻഷൻ ഇൻ ദ ക്ലാസ്. ഇനി ഞാൻ വീണ്ടും പറയണു, ഇത് മാത്രമല്ല, ഇതിന്റെ പോയിന്റ്സ് നമുക്ക് വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്യാം. ഓക്കെ, ഈ നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണെങ്കിലും കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആക്ച്വലി. സെൻസറി ഓർഗൻസ് ആൻഡ് സെൻസേഷൻ എന്നുള്ള ഒരു ടേം. സെൻസേഷൻ എന്നിലേക്ക് എത്തിക്കാനാണ്. സെൻസേഷൻ, പെർസെപ്ഷൻ, അങ്ങനെ പെർസെപ്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സെൻസറി ഓർഗൻസ് എന്തൊക്കെ അറിയില്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങൾ എത്രണ്ണ? അതിനൊക്കെ ആൻസർ പറയണേ. തീരെ നിലവാരമില്ലാത്ത ക്വസ്റ്റ്യൻ അല്ലത്. പഞ്ചാണ്
അല്ലെ? 5 അപ്പൊ അഞ്ച് ഇന്ദ്രിയങ്ങൾ എല്ലാവർക്കും അറിയില്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. ഇതിൽ ഏറ്റവും നിങ്ങളെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഗൻ സെൻസ് ഏതാ? സെൻസറി ഓർഗൻ ഏതാ? നിനക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു സെൻസറി ഓർഗൻ ഏതാ? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. തൊക്ക്. ഓക്കെ. അപ്പുറത്ത് സ്മെല്ല്. മൂക്ക്. എടാ ക്ലാസ്സിലാ? ഇല്ലല്ല, ഇല്ല. പിന്നെ ആർക്കെങ്കിലും ഇതുണ്ടോ? ടങ് ഉണ്ടോ? ഉണ്ട്. ടേസ്റ്റ്. ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരോ വന്നിട്ടുണ്ട്. ഈ നല്ല കുക്കുമാരാവണമെങ്കിൽ ശരിക്കും നല്ല ടങ് സ്ട്രോങ് ആവണ്ടേ? വേണം വേണം. ആ, നിങ്ങളൊക്കെ ശരിക്ക് അതിന്റെ ആൾക്കാരല്ലേ? യെസ്. ഒരു പിന്നെ ഓരോ പ്രൊഫഷനിലും അല്ലെ അവരുടെ ഓരോ സെൻസറി ഓർഗൻ അവർ ഭയങ്കരമായി യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഇപ്പൊ വെൽഡേഴ്സ് ഏതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? തൊക്കും കണ്ണോ? കണ്ണാണോ? കണ്ണ്. കാരണം അവർക്ക് കൃത്യമായിട്ട് കാണണ്ടേ. ശരിക്കും ഈ മൂക്ക്, നോസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രൊഫഷൻ ഏതാ? കുക്കിംഗ് തന്നെയല്ലേ? കുക്കിംഗ് ഉണ്ട്. നമ്മൾ ഈ അത്ര കണക്കല്ലേ ശരി ശരി. ഇത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അല്ലെ ആഡ് ചെയ്ത് നമ്മള് പിന്നെ പറയുന്ന ആ ഒരു സ്മെല്ലിലേക്ക് എത്തിക്കണ്ടേ? സ്മെല്ല് നമ്മൾ പറയുന്ന കസ്റ്റമൈസ് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോ ഭയങ്കര അല്ലെ? എങ്ങനെ അത് ചെയ്യണ്ടാവും ഞാൻ കുറെ ആലോചിക്കലുണ്ട്, എങ്ങനെ സാധിക്കും എന്നൊക്കെ. ഓക്കെ. ആസ് എ ടീച്ചർ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാ വേണ്ടേ? നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാതും വേണ്ടി വരും. കണ്ണ് വേണ്ടി വരും, നാക്ക് വേണ്ടി വരും, ചെവി വേണ്ടി വരും. അല്ലെ? നമ്മൾ ശരിക്കല്ലേ എല്ലാതും ഒരേപോലെ സ്ട്രോങ് ആവണം. കാരണം കുട്ടികളെ ശരിക്കും കാണണം അല്ലെ, ഓലെ കേൾക്കണം, അവരുടെ ഓരോന്നും നമ്മളത് അറിയണം. പിന്നെ നമ്മള് മെസ്സിൽ കൊണ്ടുവരും എല്ലായിടത്തും അല്ലെ, അവരെന്തെങ്കിലും കൊണ്ടുവന്നിട്ടാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും നമ്മളത് ഭയങ്കര സ്ട്രോങ് ആണ്. സോ സെൻസറി ഓർഗൻസ് ആർ ദ ഗേറ്റ് വേ ഓഫ് ഹ്യൂമൻ നോളജ് ആണ്. നമ്മുടെ ബ്രെയിനിൽ നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും ആക്ച്വലി സെൻസറി ഓർഗൻസിലൂടെയാണ് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ. സെൻസറി ഓർഗൻസിലൂടെ അല്ലാത്ത ഒന്നും നമ്മുടെ മൈൻഡിലില്ല. ഓക്കെ. അത് കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക് ഏതെങ്കിലും ഒന്നിലൂടെ കിട്ടിയിട്ടുണ്ടോ? വി ഗെറ്റ് ദ ഇൻഫർമേഷൻ ആൻഡ് നോളജ് ഓൺലി ത്രൂ അവർ സെൻസ് ഓർഗൻസ് ആണ്. ഓൺലി ത്രൂ അവർ സെൻസ് ഓർഗൻസ്. ഓക്കെ. ദെൻ ഗെറ്റ് ഇൻഫർമേഷൻ ബൈ സീയിങ്. ഇതൊക്കെ നമ്മൾ സെയിം സാധനം തന്നെയാണ്. കാണുകയോ കേൾക്കുകയോ, സ്മെല്ലിംഗ്, ടേസ്റ്റിംഗ് ആൻഡ് ടച്ചിങ്. അതില് വിഷ്വൽ സ്റ്റിമുലി അഥവാ വിഷ്വൽ ഇമേജസ് നമുക്ക് കണ്ടിട്ടാണ് കിട്ടുക. അതിനുള്ള ഐ ആണ് അതിനുള്ള ഓർഗൻ. ഇതിങ്ങനെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. ദെൻ ഓഡിറ്ററി. നമ്മളല്ലേ ഈ ഒരു എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ മെമ്മറീസും വർക്ക് ചെയ്യുന്നത് കേട്ടോ. ചില ആളുകൾക്ക് ഓഡിറ്ററി മെമ്മറി ആയിരിക്കും, ചില ആളുകൾക്ക് വിഷ്വൽ മെമ്മറി ആയിരിക്കണം, ചില ആളുകൾക്ക് കിനസ്തെറ്റിക് മെമ്മറി ആയിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. നമ്മളെ ഏതൊരു ഓർഗൻ വഴിയാണോ ഏറ്റവും കൂടുതൽ എക്സ്പേർട്ട് ആയി നമ്മൾ നോളജ് അക്യൂർ ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഒരു മെമ്മറിയാണ് നമ്മുടെ തലയിൽ ഉണ്ടാവുക എന്നാണ് പറയാ. ഇതില്ലേ നമ്മൾ കണ്ണ് കാണാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട് നിങ്ങള്? അവരുടെ പ്രത്യേകത എനിക്ക് പലർക്കും ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സൗണ്ട് ഒക്കെ പിന്നെ അവർക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ടച്ച് ചെയ്താൽ നമുക്ക് ആളെ മനസ്സിലാവാൻ പറ്റും. നമുക്ക് മനസ്സിലാവില്ല അല്ലെ? നമുക്ക് അത്രയും കണ്ട് നമ്മള് നമ്മള് 5 സെൻസിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുക. അവര് 4 സെൻസ് ആണെങ്കിൽ അവരുടെ ആ 4ൽ ചിലപ്പോൾ 4 ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ 4ൽ 1 or 2 ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. പക്ഷെ നമ്മൾ അത്ര സ്ട്രോങ് ഉണ്ടാവില്ല. നമുക്ക് വേണമെങ്കിൽ സ്ട്രോങ് ആക്കട്ടോ, അത് നമുക്ക് പ്രാക്ടീസ് ത്രൂ നമുക്ക് സ്ട്രോങ് ആക്കാം. പക്ഷെ നോർമലി നമ്മൾ സ്ട്രോങ് അല്ല. പിന്നെ ഫ്രാഗ്രൻസ് ഒരു ഓഡർ സ്റ്റിമുലി അഥവാ സ്മെല്ല്, അതിനെ നമ്മൾ ഓൾഫാക്ടറി എന്നും പറയും. ഓക്കെ. ഓൾഫാക്ടറി മൂക്കിലൂടെയുള്ള സ്മെല്ലിലൂടെയുള്ള ഒരു എക്സ്പീരിയൻസസ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോളജ് ആണ്. അതുപോലെ തന്നെ ടേസ്റ്റ്, ടങ്,
ടാക്ടൈൽ സ്റ്റിമുലി അഥവാ സ്കിന്ന് ടച്ച്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതാണ്. ഇത് ജസ്റ്റ് അറിഞ്ഞാൽ മതി, ഇത്ര വിശദമായിട്ടൊന്നുമില്ല. ഇനി സെൻസ് ഓർഗൻസിലൂടെ നമ്മളൊരു നോളജ് ഫസ്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സെൻസേഷൻ അല്ലെങ്കിൽ സെൻസിയ എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് റിസൾട്ട് ഓഫ് എ സെൻസ് ഓർഗൻ ബീങ് ആക്ടഡ് അപ്പോൺ ബൈ അപ്രോപ്രിയേറ്റ് സ്റ്റിമുലി. നമ്മളെ ശരീരത്തിൽ നമ്മളെ കാലിലൊരു മുള്ളു കുത്തേ അല്ലെങ്കിൽ നമ്മളായിരിക്കും ജസ്റ്റ് ഒരു മുള്ളു ഒരു സൂചിച്ച് കുത്തുകയൊക്കെ ചെയ്താൽ നമ്മള് ഫസ്റ്റ് നമ്മൾ കൈയ്യോട് വലിക്കൂലേ, സെൻസ് ചെയ്ത ഉടനെ നമ്മൾ ഒരു പ്രതികരണം കൊടുക്കും. സോ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു സെൻസ് ത്രൂ ഒരു എക്സ്പീരിയൻസ് വന്നാൽ അതിന്റെ ഫസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് റിസൾട്ടിനെയാണ് സെൻസേഷൻ എന്ന് പറയാം. അത് എനിക്ക് സെൻസ് ചെയ്തിട്ടുണ്ടെന്നാല് എന്റെ ഓർഗൻസിലൂടെ കടന്നു വന്നിട്ടുണ്ട് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഓക്കെ, സെൻസേഷൻ വാക്ക് മനസ്സിലായോ? സംഭവം മനസ്സിലായോ? ഓക്കെ, ഈ സെൻസ് ഓർഗൻസിനാണ് റിസെപ്റ്റേഴ്സ്, റിസീവ് എന്നുള്ളതാണ്. നമ്മുടെ നോളജ് നമ്മുടെ ബ്രെയിനിലേക്ക് ശരീരത്തിലേക്ക് റിസീവ് ചെയ്യുന്ന ഓർഗൻസ് ആണ് ആക്ച്വലി സെൻസ് ഓർഗൻസ്. ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡിഫറൻസസ് എക്സ്പീരിയൻസസ് ടു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റിമുലി. അത് നമുക്ക് പല സ്റ്റിമുലിയോടും, സ്റ്റിമുലി ആണെങ്കിൽ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഓക്കെ, അതിനോടൊരു ക്വാളിറ്റേറ്റീവ് ഡിഫറൻസസ് അതിലുണ്ടാകും. എല്ലാ സെൻസ് ഓർഗൻസിലൂടെയും ഒരേ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ സെൻസും ഒരേ ക്വാളിറ്റി ആണെന്ന് പറയാൻ കഴിയില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചില ആൾക്ക് ചെവി കുറച്ച് കുറവായിരിക്കും, ചിലപ്പോൾ ഒരേ സൗണ്ട് തന്നെ പല ആൾക്കും പല എക്സ്പീരിയൻസ് ആണ് നൽകിയിട്ടുണ്ടാവുക. ഓക്കെ, സെൻസ് സ്റ്റിമുലി ആർ എനർജി വേവ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻ എക്സ്പീരിയൻസ്. പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട്, ആ ഒരു വിഷൻ, അതിനാണ് ഇവിടെ സ്റ്റിമുലി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റിമുലി പുറത്തുനിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനാണ് സ്റ്റിമുലി എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു സ്റ്റിമുലി നമ്മൾ ഒരു എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഒരു ബാഡ് സ്മെല്ല് പറഞ്ഞാല് നമുക്ക് മനസ്സിലാവും അവിടെ ഉള്ള എന്തോ ഒന്ന് ചീഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബാഡ് ആണ്, അതിന്റെ സ്മെല്ല് ബാഡ് ആണെന്ന്. സോ ദാറ്റ് ഈസ് അവർ എക്സ്പീരിയൻസ്. സോ ദീസ് ആർ ട്രാൻസ്ഫോംഡ് ബൈ ദ സെൻസ് ഓർഗൻസ് ഇൻ ടു പൾസ് ഓഫ് എനർജി ഇൻ ദ നെർവസ് സിസ്റ്റം. സോ നമുക്ക് കിട്ടുന്ന ആ ഒരു സെൻസറി ഓർഗൻസിലൂടെ നമ്മൾ സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നേരെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് കൈമാറുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. സോ സെൻസേഷൻ എന്നുള്ളത് ഒരു ചെറിയ പ്രോസസ്സാണ്. സെൻസറി ഓർഗൻസിലൂടെ നമ്മളൊരു എക്സ്പീരിയൻസ് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ആണ് സെൻസേഷൻ. ഇനി പെർസെപ്ഷൻ ആണ് ആക്ച്വലി ഇതിന്റെ അടുത്തൊരു ടേം ആണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ദ സെൻസറി ഇൻപുട്സ് റിസീവ്ഡ് ഫ്രം ദ സെൻസ് ഓർഗൻസ് ആർ പ്രോസസ്ഡ്. ഈ സെൻസ് ഓർഗൻസിലൂടെ വന്ന നമ്മുടെ എക്സ്പീരിയൻസിനെ പ്രോസസ് ചെയ്യാണ്, സൈക്കോളജിക്കൽ പ്രോസസ് ചെയ്യാണ്. മനസ്സിലിട്ട് എന്ത് ചെയ്യും, ഓക്കെ അതൊരു മുള്ളായിരുന്നു, അത് ഇനി പ്രശ്നമില്ല, ഇനിയും കാല് ചവിട്ടാൻ പേടിക്കേണ്ടതില്ല. അല്ലെങ്കിൽ നമ്മളെ സൂചിയോട് കുത്തി, അതവൻ മനഃപൂർവ്വം കുത്തിയതാണ്, ഇനിയും അവിടെ കൈവെക്കാൻ പേടിക്കേണ്ടതില്ല. ഇതിനൊരു ചൊല്ലില്ലേ, നമ്മളൊരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത് വീണ്ടും ചെയ്യാൻ പേടിക്കും എന്ന് പറയുന്നതിന് ഒരു ചൊല്ലില്ലേ, ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? എന്താ ചൂടുവെള്ളത്തിൽ പേടിക്കും. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാ പേടി അല്ലെ. പിന്നെ വേറെ കേട്ടോ, കരടിന്റെ മുന്നിൽ പെട്ടോന് കേട്ടില്ല. കരടിയുടെ മുന്നിൽ പെട്ട ഒരാൾക്കേ കമ്പിളി പൊതിച്ച ഒരാളെ കാണുമ്പോ പേടി കിട്ടണോ? കേട്ടിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ട്. പിന്നെ കരടിന് മുന്നിൽ പെട്ടാല് കമ്പിളി പൊതിച്ച, കാരണം രണ്ടുപേരെ കണ്ട ഒരേപോലെ അല്ലേ. യെസ്. ഇനി ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് സെൻസറി ഇൻപുട്ട് ടു വിച്ച് വി അറ്റൻഡ്. ഇനിയല്ല, ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് സെൻസേഷൻ കഴിഞ്ഞാല് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുള്ള ബ്രെയിനിൽ എത്തി നമ്മളത് മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മുടെ ശരീരം ആക്ട് ചെയ്യണം, അതിനോട് പ്രതികരിക്കണം. സോ നമ്മൾ ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഇൻ ടു ഓർഗനൈസ്ഡ് ഇംപ്രഷൻ ദാറ്റ് വി എക്സ്പീരിയൻസ്. നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് സെൻസറി ഇൻപുട്ട് ടു വിച്ച് വി അറ്റൻഡ്. നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിലേക്ക് എന്ത് ഇൻപുട്ട് കൊടുക്കണം എന്നുള്ള നമ്മുടെ ആ ഒരു ശരീരത്തിന്റെ ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി പെർസെപ്ഷൻ. സോ പെർസെപ്ഷൻ ഇസ് ഈക്വൽ ടു സെൻസേഷൻ പ്ലസ് മീനിങ് ഫുൾ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, നമ്മളില്ലേ ചിലപ്പോ ഒരു റൂമിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോ പെട്ടെന്ന് ഒരാളെ നമ്മൾ ഹൗ എന്നാണ് പേടിപ്പിക്കും അല്ലെ. കുട്ടികളൊക്കെ ആവുമ്പോ അങ്ങനെ പേടിപ്പിക്കണുണ്ടല്ലേ.
പെട്ടെന്ന് പേടിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും പക്ഷെ ഇവനെ പേടിപ്പിച്ചതാണെന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് തന്നെ പോകും. കാരണം എന്താ? അത് പേടിച്ച് നിൽക്കേണ്ടതില്ല എന്ന് നമുക്ക് മനസ്സിലാവാണ്. അതേ സമയത്ത് നമ്മളിങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ഒരു പാമ്പിന്റെ ഒരു സൗണ്ട് ഒക്കെ ഈ പാമ്പ് ചീറ്റ അങ്ങനെ അത് കേട്ടണോ? കേട്ടിട്ടുണ്ട്. നേരിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടുന്ന്? പറമ്പുന്ന്. ഏതാ പാമ്പ്? അതൊന്നും അറിയില്ല, സൗണ്ട് കേട്ടിട്ടുണ്ട്. നമ്മളെ ചേരയാ? ചേര പാമ്പല്ലല്ലോ സർ. ചേര പാമ്പല്ലേ? അല്ല സർ. ചേര പാമ്പല്ല? അല്ല എന്നാണ് എന്റെ വിശ്വാസം. ബാക്കിയുള്ളവരുടെ അഭിപ്രായം പറയും. എന്റെ വിശ്വാസം ചേര പാമ്പ് എന്നായിരുന്നു. പക്ഷെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയപ്പോ അവിടെ ചേര പാമ്പല്ല. പാമ്പല്ല? അല്ല. ഒരു പുതിയ അറിവാണോ? വിഷമുള്ള സാധനമാണോ പാമ്പ്? അങ്ങനെ ഉണ്ടോ? അതിലാ പറയൂ. അങ്ങനെ ആധികാരികമായിട്ട് എനിക്കറിയില്ല. ഞാനിങ്ങനെ നമ്മളിപ്പോ ഏറ്റവും ലോക്കലി ഒരു സാധനം പറയുകയാണെങ്കിൽ ഭയങ്കര എന്ത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു പാമ്പിനെ ഒരു പാമ്പ് എഴിഞ്ഞു പോകുന്ന ഒരു സാധനത്തിനെ കണ്ടിട്ട് ഉണ്ടെങ്കിൽ ആൾക്കാർ പാമ്പുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ അപ്പൊ അറിയുന്ന ആളാണെങ്കിൽ അത് പാമ്പല്ല, അത് ചേരയാണെന്ന് പറയില്ലേ? അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഞാൻ ഏതൊരു റീലിൽ ആരോ ഒരു ആധികാരികമായിട്ട് പറയുന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറയാൻ അറിയില്ല. അത് പറഞ്ഞുതരാം. ഞാനേ ഈ വിഷയം ഏതെല്ലാം ചർച്ചയ്ക്കൊന്നോടുകൂടി ഞാൻ ചാറ്റ് ജിപിയോട് ചോദിച്ചു. ചാറ്റ് ജിപി എന്താ പറഞ്ഞ വെച്ചാ, ചേരപ്പാമ്പ് പാമ്പല്ല, പുല്ലിനടിയിൽ ഈർത്ത സ്ഥലങ്ങളിൽ കാണുന്ന നീണ്ട മെല്ലെ ചലിക്കുന്ന ഒരു ജീവിയെ ചിലർ ചേരപ്പാമ്പ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ അത് പാമ്പിന്റെ വിഭാഗത്തിൽ പെടുന്നില്ല. സാധാരണയായി ഇത് മണ്ണിരയുടെ ക്രീച്ചർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. കറക്റ്റ് ആവണമെന്നില്ല. എങ്ങനെ? ചാറ്റ് ജിപിടി 100% കറക്റ്റ് ആവണമെന്നില്ല. അതല്ല, എന്നാലും നമ്മളൊക്കെ വിശ്വസിച്ച് പാമ്പിന്റെ മറ്റൊരു വിഭാഗമാണ് ചേര എന്നുള്ളതാണ്. മണ്ണിര എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയോ? കുറച്ച് കുറഞ്ഞു പോയോ? കുറഞ്ഞു പോയി നിലവാരം. നാളെ മുറ്റത്തുകൂടി ചേര പോവാണെങ്കിൽ കുട്ടികള് ഉമ്മച്ചിയെ പാമ്പ് അല്ലെങ്കിൽ അമ്മ പാമ്പ് പറയുമ്പോൾ അതൊരു മണ്ണിരയാടാന്ന് പറഞ്ഞു കൊടുത്താ കേട്ടോ. അത് ചേരട്ടേന്റെ കൂട്ടത്തിലെങ്കിലും പെടുത്തിയാൽ ഓക്കെയാണ്. നമുക്ക് ഇന്നലെ വിശദമായിട്ട് പഠിക്കാൻ ആദ്യം ഏൽപ്പിക്കാം കേട്ടോ. അതിനാ ഇതൊന്ന് കാര്യമായിട്ട് പഠിക്ക്, ചേര പാമ്പാണോ അല്ലേ എന്നുണ്ട്. നമ്മളെ വീട്ടിൽ പറമ്പിൽ കുറെ പാമ്പുണ്ട്. അത് മൂർഖനായിരിക്കും പറമ്പില്. ഓക്കെ. സോ പെർസെപ്ഷൻ ഈസ് ഈക്വൽ ടു എന്തിനല്ലേ വെറുതെ ഓരോ ടോപ്പിക് എടുത്തിട്ട് കണ്ട് നമുക്ക് അറിയൂല. സന അവിടെ അല്ലേ? സന വിചാരിക്കുണ്ടാവും ഇതാണോ ക്ലാസ് എന്ന്. സനെ ഇതാണ് ക്ലാസ്. ഞങ്ങളുടെ ക്ലാസ് ഇങ്ങനെയാണ്. ഓക്കെ. പിന്നെ പെർസെപ്ഷൻ എന്താണ് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്? സ്മെൽ ഓഫ് ഫുഡ് അല്ലെ? വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് CB ഈസ് റെഡി. അല്ല, ബിരിയാണി സ്മെല്ലിങ്ങിന് വരുമ്പോൾ എന്ത് മനസ്സിലാക്കും? ഓക്കെ, അവിടെ കാലത്ത് അഥവാ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കും. ഇനി ഡിറ്റർമിനൻസ് ഓഫ് പെർസെപ്ഷൻ ആണ്. അഥവാ നമ്മളിലെ ഇത് ഇവിടെ ഈ പെർസെപ്ഷൻ നമ്മൾ ടീച്ചിങ്ങും തമ്മിൽ എന്താ ബന്ധം? What is the educational implication? Teachers. കോഴ്സ് ഉണ്ടല്ലോ സർ. ഓരോ കുട്ടീനെയും ടീച്ചിങ്ങും തമ്മിൽ എന്താ ബന്ധം? ഓരോ കാര്യം മനസ്സിലാക്കിയതിനു ശേഷം അത് എക്സിക്യൂഷൻ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. നമ്മളൊരു കുട്ടിക്കല്ലേ ഒരു എക്സ്പീരിയൻസ് കൊടുക്കും അല്ലെ? ഒരു സെൻസറി എക്സ്പീരിയൻസ് കൊടുക്കും. ആ കുട്ടി സെൻസ് ചെയ്യും. അതവൻ പെർസീവ് ചെയ്യണ്ടേ, മനസ്സിലാക്കണ്ടേ? സോ അതിലേക്കുള്ള ഡിറ്റർമിനൻസ് ആണ്. ഓക്കെ, ഡിറ്റർമിനൻസ് ഓഫ് പെർസെപ്ഷൻ. സോ നമ്മുടെ ഒരു പെർസെപ്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഡിറ്റർമിനൻസ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പൊ അതില് നമ്മൾ അറിയേണ്ടത് വെച്ചാല് ഈ ഒരു ഡിറ്റർമിനൻസ് ഉണ്ടെങ്കിൽ മാത്രമേ
കുട്ടിക്ക് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ പെർസീവ് ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ അതിന് സിമ്പിൾ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയാം. പക്ഷെ അണ്ടർസ്റ്റാൻഡ് എന്ന വാക്കല്ല കേട്ടോ, ശരിക്കും നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് മെന്റൽ സെറ്റ് ആണ്. നമ്മൾ നേരത്തെ പറയുന്നു അല്ലെ, നേരത്തെ എവിടെ പറഞ്ഞേ? മെന്റൽ സെറ്റും നമ്മുടെ ആറ്റിറ്റ്യൂഡും ഇതൊക്കെ എവിടെ പറഞ്ഞേ? ഹലോ, മെന്റൽ സെറ്റ്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, മൂഡ്, ഇതൊക്കെ എവിടെ പറഞ്ഞത്? അറ്റൻഷൻ ഡിറ്റർമിനൻസ് സോ അറ്റൻഷനും പെർസെപ്ഷനും സെയിം ഡിറ്റർമിനൻസ് ആയിട്ട് നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അറ്റൻഷനും പെർസെപ്ഷനും സെയിം പിന്നെ ഡിറ്റർമിനൻസ് ആയിട്ട് പഠിച്ചാൽ മതി. റൈറ്റ്, ഒരു സെക്കൻഡേ. So first one, mental set. Second one, concept previously associated with the sensory input. അഥവാ നമ്മുടെ സെൻസ് ഓർഗൻസുമായി ബന്ധപ്പെട്ട് മുന്നേ പ്രീവിയസ്ലി അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങൾ. നമുക്കറിയാം ചില കാര്യങ്ങൾ മുന്നേ കണ്ടതായിരിക്കും, ചിലത് മുന്നേ എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കും. അതെന്ത് ചെയ്യും? പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവാനുള്ള സാധ്യത ഉണ്ട്. റൈറ്റ്. 3 ആറ്റിറ്റ്യൂഡാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ സബ്ജക്റ്റിനോട്, നമ്മുടെ ടോപ്പിക്കിനോട് ആ കുട്ടികൾക്കുള്ള ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് മാത്സ് ആയിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ കുട്ടികൾ പറയാണ് ഫിസിക്സ് എനിക്ക് ഇഷ്ടമല്ല ടീച്ചറെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേണ്ട ടീച്ചറെ, മാത്സ് ടഫാ ടീച്ചറെ വേണ്ട. ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ല. ആ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവാണ്. ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ പെർസെപ്ഷൻ നടക്കൂല. അപ്പൊ എന്ത് ചെയ്യും? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പെർസെപ്ഷൻ നടക്കൂല. എന്ത് ചെയ്യും? നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകള്, നിങ്ങളുടെ സബ്ജക്ട് എന്ന് പറഞ്ഞാണ്? കേട്ടില്ല. ആ, മാത്സ് ഉണ്ട്. മാത്സ് ടീച്ചർ നല്ലോണം ശ്രദ്ധിച്ചോളി. മാത്സില് പിന്നെ ഇത് കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാ മാത്സ് ടീച്ചർ പറയും, മാത്സ് പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു ടീച്ചറെ ഞങ്ങൾക്ക് മാത്സ് ഇഷ്ടമല്ല, അത് മനസ്സിലാവണമെന്നില്ല, പിന്നെ അത് നമുക്ക് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യും? സബ്ജക്ട് അട്രാക്റ്റീവ് ആക്കണം സാർ, എനിക്ക് തോന്നുന്നത്. എങ്ങനെ? ശ്രദ്ധിച്ചാൽ മനസ്സിലാവണത്ര വിഷയം മാത്സ് ഇല്ല എന്ന് പറയണം. മാത്സ് ശ്രദ്ധിച്ച് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോലും വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത്രയും സിമ്പിൾ ആണ്. ആ, അതെ. ആ, പിന്നെ അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവുമോ? അങ്ങനെ പറഞ്ഞാല് കുട്ടികൾ ട്രൈ ചെയ്യാമല്ലോ. ഒരു കുറെ ട്രൈ ചെയ്തു എന്നിട്ട് കിട്ടില്ലെങ്കിലോ? ഒരു ഗെയിം ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയപ്പോ ഓൾറെഡി എനിക്ക് 2 പേരുണ്ടായിരുന്നു. മാത്സ് ആണ്, മാത്സ് ഫിസിക്സ് തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ ക്ലാസ്സിൽ മാത്സ് എടുക്കണുണ്ട്. അപ്പൊ അവര് പിന്നെ എനിക്ക് വർക്ക് ഇട്ടപ്പോ ചെന്നപ്പോ എന്നോട് പറഞ്ഞ് അവർക്ക് ലൈബ്രറി എങ്ങാണ്ട് ഞങ്ങൾ ബുക്ക് എടുക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നമുക്ക് ഗെയിം കളിക്കാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ഭയങ്കര റെഡിയാ. എന്നിട്ട് ഞാന് ഡിവിഷൻ തന്നെ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും തന്നെ ബോയ്സ് ഗേൾസ് ഗ്രൂപ്പ് ആക്കി തിരിച്ചിട്ട് ഓരോ പ്രോബ്ലം ഇട്ട് കൊടുത്ത്. അപ്പൊ നല്ല കുട്ടികളായിട്ട് ഇരുന്ന് ചെയ്ത് ഒരു കുഴപ്പമില്ല. നമ്മളെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി നമ്മളല്ലേ? അതെ. ആ സ്ട്രാറ്റജിയിലൂടെ അവരുടെ ആറ്റിറ്റ്യൂഡാണ് മാറി. ആൾക്കാര് ഒരു അനുസരിച്ച് പഠിക്കാൻ തുടങ്ങി. ഗുഡ്. ടീച്ചർ പേര് എന്താ സർ? ടീച്ചർ പേര് ഇർഫാനാ. ഇർഫാനാണോ? എനിക്ക് സൗണ്ട് കേട്ട ആളെ മനസ്സിലാകത്തുന്നതാണ്. ഓക്കെ, ഇർഫാന. പിന്നെ ഞാൻ ഇന്നേ ഒരു സ്ഥാപനത്തിൽ ഒബ്സർവേഷൻ പോയപ്പോ അവിടെ മാത്സുമായി ബന്ധപ്പെട്ട് ഫുഡ് ഫെസ്റ്റ് അടയ്ക്കണം. മാത്സിന് ഫുഡ് ഫെസ്റ്റോ? അത് തന്നെയാണ് ഞാൻ ചോദിച്ച ചോദ്യം. ആ മാത്സ് ടീച്ചർമാർ പറയും എങ്ങനെ മാത്സ് ഫുഡ് ഫെസ്റ്റ് തമ്മിൽ എന്ത് ബന്ധം? വട്ടത്തിലുള്ളതും ട്രയാങ്കിളിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് സ്ക്വയർ ആണ്, ഇത് ട്രയാങ്കിൾ ആണ്, ഇത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഓരോ കോർണറില് ആ ഷേപ്പ്
പരിചയപ്പെടുത്തുന്ന ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ സംഭവല്ലേ, ആ ടേം ഞാൻ മറന്നുപോയി. ഈ എല്ലാ ഗോൾഡൻ നമ്പർ റേഷ്യോ. എന്താ ഗോൾഡൻ നമ്പർ റേഷ്യോ അല്ലല്ല, എല്ലാ ഇപ്പൊ പൂക്കളിലും ചെടികളിലും എല്ലാത്തിലും ഒരു മാത്സ് ഉണ്ട് എന്നുള്ളൊരു പോയിന്റ് അല്ലേ? അതാണ് ഗോൾഡൻ നമ്പർ റേഷ്യോ എന്ന് പറയുന്നത്. ടേം എന്താന്നുള്ള ഓർമ്മ ഉണ്ടല്ല. പിന്നെ സൂര്യകാന്തിന്റെ ആ ഇതിലുകളില് അല്ലെങ്കിൽ നമ്മുടെ പൈനാപ്പിളിന്റെ ആ മുള്ളുകളില് എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ. അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. മാത്സ് ആണല്ലോ അങ്ങനെ ഉണ്ട്, വെറുതെ ഒഴിവാക്കണ്ട, എല്ലാത്തിലും അതുണ്ട് എന്ന്. ഓക്കെ, സോ ഡിറ്റർമിനൻസ് ഓഫ് പെർസെപ്ഷനിൽ ഒന്ന് മെന്റൽ സെറ്റ്, 2 കോൺസെപ്റ്റ്, 3 ആറ്റിറ്റ്യൂഡ്. അതെ, ഭൂലോകത്തിന്റെ സ്പന്ദനം മാത്സിലാണ്. മാത്സ് പഠിച്ചാലും മാത്സ് ടീച്ചർ അല്ലാത്ത വേറെ എന്തൊക്കെ ഉണ്ടാവാ? വേറെ എന്തൊക്കെ പ്രൊഫഷൻ? BSc മാത്സ്, MSc മാത്സ് കഴിഞ്ഞ ഒരാൾ ടീച്ചിങ് അല്ലാണ്ട് ഡാറ്റ അനലിസ്റ്റ് ഉണ്ട്. സ്റ്റാറ്റി ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ IAS ഉണ്ട്. ഒരുപാട്. സ്റ്റാറ്റി ബികോമിന്റെ ഭാഗല്ലേ? അല്ല, മാത്സിന്റെ ബ്രാഞ്ചാണ്. ബ്രാഞ്ചാ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ച് നിങ്ങൾ കുട്ടികൾ പറഞ്ഞോ? ഷുവർ സർ. ഓക്കെ, ഇത് 4 ഓൺഗോയിങ് നീഡ്സ് ആണ്. അഥവാ പെർസെപ്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് നല്ല നീഡ് വേണം, അല്ല ആവശ്യം വേണം. ഇൻട്രസ്റ്റ്, സജഷൻ, എക്സ്പെക്ടേഷൻ, അതൊക്കെ സിമ്പിൾ ടോപ്പിക് ആണ്, അതിലേക്ക് കൂടുതൽ പോണില്ല. പിന്നെ ഇവിടെ പെർസെപ്ഷൻ എന്താന്നുള്ളൊരു ജസ്റ്റ് സിംഗിൾ ഡെഫിനിഷൻ കൊടുത്തത്, എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ, നമ്മുടെ പേഴ്സണൽ ഇന്റർപ്രിട്ടേഷനിലൂടെ ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റിനെ റിസീവ് ചെയ്യാണ്, പെർസീവ് ചെയ്യാണ്. അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഗാർഡനർ മുർഫി സ്പീക്സ് ഓഫ് 4 ഫാക്ടേഴ്സ് ഓഫ് പെർസെപ്ഷൻ. ഓൾറെഡി നമ്മളൊരു മുന്നേ പറഞ്ഞു വെച്ച പോയിന്റ്സ് ആണ്, അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും കാര്യമില്ല, ജസ്റ്റ് അങ്ങനെ സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. സെൻസേഷൻ, നെർവസ് സ്ട്രക്ചർ, അത് സെൻസിറ്റീവ് ടു ഡിഫറൻസസ് ഇൻ നാച്ചുറൽ അണ്ടർസ്റ്റാൻഡിങ്, അത് നെർവസ് സ്ട്രക്ചർ. 3 അവർ പ്രീവിയസ് എക്സ്പീരിയൻസ്, 4 മെന്റൽ സെറ്റ്. ഇത് 4 മുന്നേ വന്നതാണ്. സെൻസേഷൻ എന്താ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ കിട്ടുന്ന അതിനാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സെൻസേഷൻ. അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്നു, അത് പ്രീവിയസ് നോളജുമായി കണക്ട് ചെയ്ത് ഒരു മെന്റൽ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതൊരു പ്രോസസ്സാണ് ആക്ച്വലി. ഈ 4 ഒരു പ്രോസസ്സാണ്. ആദ്യം സെൻസേഷൻ നടക്കും, അത് നെർവസ് സിസ്റ്റത്തിലേക്ക് ഒരു മെസ്സേജ് പോകും, അത് പ്രീവിയസ്ലി നമ്മുടെ കണക്ട് ആയിട്ടുള്ള സംഭവങ്ങളെ വെച്ച് കണക്ട് ചെയ്തിട്ട് ഒരു മെന്റൽ സെറ്റ് ഓഫ് ടൈം അല്ലെങ്കിൽ മെന്റൽ സെറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഡിറ്റർമിനൻസ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പെർസെപ്ഷന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളതാണ്. ഇനി ലോ ഓഫ് പെർസെപ്ഷൻ ആണ്. ഇവിടെ മുതൽ നമ്മൾ ഇൻഷാല്ലാ അടുത്തൊരു ക്ലാസ്സിലാണ് നമ്മൾ നോക്കുക. ഓക്കെ, ഒരുപാട് നീട്ടി കൊണ്ടുപോകണ്ട എന്നുള്ളതുകൊണ്ടാണ്, എനിക്ക് കുറച്ചധികം സമയം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൽക്കാലം കട്ട് ചെയ്യാണ്. അവിടെ നമുക്ക് ഇനിയൊരു സെഷൻ കൊണ്ട് ആ ബാക്കിയുള്ളതും പാടെ തീർക്കാൻ പറ്റും. ഷളൈ ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഫുള്ള് പഠിച്ച് തീരുള്ളൂ എങ്കിൽ ഐ എം റെഡി. അടുത്ത ക്ലാസ് നിർബന്ധമില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ മുതലാണ് നമ്മൾ ഇന്ന് നോക്കിയത് ഡിറ്റർമിനൻസ് ഓഫ് അറ്റൻഷൻ, ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്, ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സിന് തന്നെ എക്സ്പ്ലനേഷൻ ആണ്. ഇത് ഇന്റേണൽ ഫാക്ടേഴ്സ്, സബ്ജക്റ്റീവ് ഫാക്ടേഴ്സിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ദെൻ വെയ്സ് ആൻഡ് മീൻസ് ഓഫ് സെക്യൂറിംഗ് ബെറ്റർ അറ്റൻഷൻ. കുട്ടികളുടെ അറ്റൻഷൻ ക്ലാസ്സിൽ എങ്ങനെയാണ് സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ അറ്റൻഷൻ എങ്ങനെയാണ് കൂട്ടുക. ദെൻ നമ്മുടെ സെൻസറി ഓർഗൻസ് ആൻഡ് സെൻസേഷൻ. അപ്പൊ ആദ്യം സെൻസറി ഓർഗൻസ് എന്താണ്, ദെൻ എന്താണ് സെൻസേഷൻ, ദെൻ എന്താണ് പെർസെപ്ഷൻ, പിന്നെ പെർസെപ്ഷന്റെ ഡിറ്റർമിനൻസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. സോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് വെച്ചാല് ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് ആക്ച്വലി. പക്ഷെ ഈ ഓരോ ടോപ്പിക്കും സിമ്പിൾ ആയിരിക്കാം, ബട്ട് ഇറ്റ് ഹാസ് ആൻ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ. ആസ് എ ടീച്ചർ എന്നുള്ള ആൾക്ക് നമുക്കത് ക്ലാസ് റൂമിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അതാണ് പ്രത്യേകം അറിയേണ്ട ഒരു വിഷയം. സോ ആസ് എ ടീച്ചർ യു ഷുഡ് നോ വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ സൈഡ് ഓഫ് ദ തിയറി. ഇതിൽ പഠിക്കുന്ന ഓരോ തിയറിന്റെയും പ്രാക്ടിക്കൽ സൈഡ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻ എന്താണ് എന്ന് ചിന്തിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന ടീച്ചേഴ്സായി എല്ലാവരും മാറട്ടെ എന്നാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്
എനിക്ക് പറയാനുള്ളത്. സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. താങ്ക് യു.